കുതിപ്പൂവെൺതിരയലയായി പെൺകരുത്തിൻ വൻകടലുകൾ പുത്തൻ യുഗത്തിൻ പൊൻപുലരിയിൽ ഒരു പുതു തുടക്കം തുടക്കം. ഉയർത്താം കൈവളകൾ കിലുങ്ങും കരങ്ങൾ, സമസുന്ദര സ്വപ്നം നമുക്കായി ഇനി ഈ വഴിയെങ്ങും വിടർത്താം വളർത്താം. നാളത്തെ ലോകത്തിൻ ദൂതികളെ, മാറുന്ന കാലത്തിൻ തോഴികളെ, നാം ഒന്നിച്ചാൽ എന്നും നേടുകില്ലേ നാടിനും വീടിനും നന്മയല്ലേ. കുതിപ്പൂവെൺതിരയലയായി പെൺകരുത്തിൻ വൻകടലുകൾ പുത്തൻ യുഗത്തിൻ പൊൻപുലരിയിൽ ഒരു പുതു തുടക്കം തുടക്കം. നാടിനി മുതലാണിനൊരു നിഴലാവതൊരു കഥയായി, നാടിനൊരു നവജീവ സങ്കര ഭീതി ഉണരുകയായി. മൂലമിരുളിലുമേതു മറവിലുമാകെ കതിരുകളായി, മാറിവരും ഒരു മൂല്യ സംക്രമരാശി വിടരുകയായി. അലസത വിടയാം, അവലത കളയാം, പുതുനാടാകാശം. തരിശുകൾ ഹരിതൻ മനസ്സുകൾ സഫലം തുടരാം ഈ യജ്ഞം. നാളത്തെ ലോകത്തിൻ ദൂതികളെ, മാറുന്ന കാലത്തിൻ തോഴികളെ, നാം ഒന്നിച്ചാൽ എന്നും നേടുകില്ലേ നാടിനും വീടിനും നന്മയല്ലേ. കുതിപ്പൂവെൺതിരയലയായി പെൺകരുത്തിൻ വൻകടലുകൾ പുത്തൻ യുഗത്തിൻ പൊൻപുലരിയിൽ ഒരു പുതു തുടക്കം തുടക്കം പുതു തുടക്കം. നമസ്കാരം. ഒരു മരം കൊള്ളുന്ന വെയിലാണ് തണൽ. ചരിത്രത്തിലെപ്പോഴും വെയിൽ കൊണ്ട് നമുക്ക് തണലൊരുക്കിയവർ ഒരുപാടുണ്ട്. കേരളത്തിലെ 42 ലക്ഷത്തോളം വരുന്ന കുടുംബശ്രീ വനിതകൾ സഹനത്തിലൂടെയും ആത്മസമർപ്പണത്തിലൂടെയും തണലൊരുക്കുകയാണ്. അതെ, ഇവർ കൊള്ളുന്ന വെയിലാണ് നമ്മുടെ തണൽ. ദൂരദർശനും കുടുംബശ്രീയും ചേർന്ന് അവതരിപ്പിക്കുന്ന ഇനി ഞങ്ങൾ പറയാം സോഷ്യൽ റിയാലിറ്റി ഷോയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. മലകളും കുന്നുകളും നിറഞ്ഞ ഇടുക്കിയുടെ കാർഷിക മേഖലയാണ് വാത്തിക്കുടി. ചിന്നാറിന്റെ തീരത്തെ ഗ്രാമഭൂമി. നമുക്ക് സ്വാഗതം ചെയ്യാം വാത്തിക്കുടി CDSനെ ഈ വേദിയിലേക്ക്. വാത്തിക്കുടി CDS മൊത്തം ADS 18, അയൽക്കൂട്ടങ്ങൾ 330, BPL അംഗങ്ങൾ 3543, APL അംഗങ്ങൾ 2778, SC അംഗങ്ങൾ 105, ST അംഗങ്ങൾ 79. വാത്തിക്കുടി CDSലെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ ആരൊക്കെയാണെന്നറിയണ്ടേ? ഒന്ന് പരിചയപ്പെട്ടവരാ. സുലേഖ ഇബ്രാഹിം, വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് CDS വൈസ് ചെയർപേഴ്സൺ. ഞാൻ ബിന്ദു രാധാകൃഷ്ണൻ, വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് ജെൻഡർ റിസോഴ്സ് പേഴ്സണാണ്, കമ്മ്യൂണിറ്റി കൗൺസിലർ. എൻ്റെ പേര് ബിന്ദു സ്കറിയ, വാത്തിക്കുടി CDS ചെയർപേഴ്സൺ. എൻ്റെ പേര് മിനി സാബു, വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. വിധികർത്താക്കളെ പരിചയപ്പെടാം. ലാറി ബേക്കർ സെന്റർ ഫോർ ഹാബിറ്റാറ്റ് സ്റ്റഡീസിന്റെയും കോസ്റ്റ് ഫോർഡിന്റെയും ചെയർമാനും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ KP കണ്ണൻ. മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ശ്രീമതി നിവേദിത P ഹരൻ. കോഴിക്കോട് സർവകലാശാല സ്ത്രീ പഠന കേന്ദ്രം മേധാവി ശ്രീമതി മിനി സുകുമാർ. ഐക്യരാഷ്ട്രസഭയുടെ ഏഷ്യ പസഫിക് മേഖലയുടെ മുതിർന്ന ഉപദേഷ്ടാവും ട്രിവാൻഡ്രം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പ്രസിഡന്റുമായ ശ്രീ ജോൺ സാമുവൽ. പ്രമുഖ ചലച്ചിത്ര താരം ശ്രീമതി കൽപ്പന. വികസന പ്രവർത്തനങ്ങളിൽ വാത്തിക്കുടി CDSന് ഒരു മനസ്സാണ്. വാത്തിക്കുടിയുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം ചർച്ചയിലേക്ക്. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ പ്രവർത്തകർക്ക് സ്വാഗതം.
അപ്പോ വാത്തിക്കുടി കുടുംബശ്രീയെ എങ്ങനെയാണ് ചെയർപേഴ്സൺ ലോകത്തിന് പരിചയപ്പെടുത്തുന്നത്? ശരിക്കും വാത്തിക്കുടി CDSനെ ലോകത്തിന് ഞാൻ ചെയർപേഴ്സണാണ് ശേഷം പരിചയപ്പെടുത്തുന്നത് JLG സംഘകൃഷികളിലൂടെയും ജെൻഡർ പ്രവർത്തനത്തിലൂടെയും ക്ഷീരസാഗരം എന്ന പദ്ധതി, ഈ 3 പദ്ധതിയിൽ കൂടിയാണ് ലോകത്തിന് ഞങ്ങൾ പരിചയപ്പെടുത്തിയത്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നിങ്ങളുടെ ആദ്യത്തെ ഫിലിം എന്ന് പറയുന്നത് പാലുൽപാദനത്തിനെ കുറിച്ചാണ്. ക്ഷീരസാഗരം എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത് അല്ലെ? അപ്പൊ സാഗരത്തിലോട്ട് പോയിട്ട് നമുക്ക് തിരിച്ച് ചർച്ചയിലോട്ട് വരാം. പുൽമേടുകൾ നിറഞ്ഞ ഇടുക്കിയുടെ ഗ്രാമപ്രദേശങ്ങളിൽ വീട്ടമ്മമാർക്ക് എളുപ്പത്തിൽ ഏർപ്പെടാവുന്ന ജോലിയാണ് പശു വളർത്തൽ. നമുക്കിനി വാത്തിക്കുടി CDSന്റെ ക്ഷീരസാഗരം പദ്ധതി ദൃശ്യങ്ങളൊന്ന് കാണാം. കൂട്ടിലെ മൈനയും വീട്ടിലെ അമ്മച്ചിയും എന്നും പുലർച്ചെ ഗ്രേസമ്മ എന്ന വീട്ടമ്മയോട് ചോദിക്കുന്നത് ഒരേ ചോദ്യം: പുല്ല് കൊടുത്തോ? പശുവിന് പുല്ല് കൊടുത്തോട്ടോ? മൈനാമേ, പശുവിന് പുല്ല് കൊടുത്തോട്ടാ? മലകളും മേടുകളും വെള്ളച്ചാട്ടങ്ങളും നിറഞ്ഞ സ്വർഗം പോലെ സുന്ദരമായൊരു ദേശം ഇടുക്കിയിലെ വാത്തുക്കുടി. എന്നാൽ ഭൂപ്രകൃതിയുടെയും ജീവിതത്തിന്റെയും കയറ്റിറക്കങ്ങളിൽ തൊഴിലും വരുമാനവുമില്ലാതെ കഷ്ടപ്പെട്ട നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് ജീവിത വഴി കാണിച്ചു കൊടുത്ത പദ്ധതിയാണ് ക്ഷീരസാഗരം. തൊഴുത്തിലെ പെണ്ണും കുഞ്ഞിപ്പെണ്ണും മാളുവും പുലർച്ചെ ഐശ്വര്യമായി കണികണ്ടുണരുന്നത് ഗ്രേസമ്മ എന്ന വീട്ടമ്മയുടെ ചിരിക്കുന്ന മുഖം. പുലർച്ചെ 4 മണിക്ക് ആരംഭിച്ച് തൊഴുത്ത് വൃത്തിയാക്കൽ, പശുവിനെ കുളിപ്പിക്കൽ, പാല് കറക്കൽ, തീറ്റപ്പുല്ല് ശേഖരിക്കൽ. വാത്തുക്കുടിയിലെ വീട്ടമ്മമാരുടെ പ്രഭാതങ്ങൾ ശരിക്കും തിരക്കുള്ളത് തന്നെ. ഈ സ്നേഹത്തിനും കരുതലിനും പകരമായി ഈ കാമധേനുക്കൾ തിരിച്ചു നൽകുന്നതോ ഒരു ദേശത്തിന്റെ ആകെ സാമ്പത്തിക അടിത്തറയായി മാറിയ ക്ഷീരസാഗരം. 38 ഗ്രൂപ്പുകളിലായി 190 കുടുംബങ്ങളാണ് പാൽ വിപണനം നടത്തി ജീവിത വരുമാനം കണ്ടെത്തുന്നത്. ഒരു ഗ്രൂപ്പിന് 5,70,000 രൂപ നിരക്കിൽ വായ്പ ലഭ്യമാക്കിയിട്ടുണ്ട്. 15 മുതൽ 30 ലിറ്റർ വരെ പാൽ ഒരു കുടുംബത്തിന് ലഭിക്കുന്നുണ്ട്. ശരാശരി 10 പശുക്കളാണ് ഒരു ഗ്രൂപ്പിലുള്ളത്. മിൽമയാണ് പാലിന്റെ സാന്ദ്രതയനുസരിച്ച് അവ സംഭരിച്ച് വില നൽകുന്നത്. ഗ്രൂപ്പ് അംഗങ്ങൾ തന്നെ തീറ്റപ്പുൽ കൃഷി നടത്തുന്നുണ്ട്. KLD ബോർഡ്, മൃഗവകുപ്പ് തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ കർഷകരെ സഹായിക്കാൻ രംഗത്തുണ്ട്. പാലിനെ കുറിച്ചുള്ള മഹാത്മ്യം പറയൂ. എപ്പോഴാണ് തുടങ്ങിയത്? എങ്ങനെയാണ് അത്? ഞങ്ങള് പാരമ്പര്യമായിട്ട് തന്നെ പശു വളർത്തലുള്ളവരായിരുന്നു. അപ്പം തുടർച്ചയായിട്ട് കൂടുതൽ പശുക്കളെ വാങ്ങി കുടുംബശ്രീ ചേർന്നതിന് ശേഷമാണ് കൂടുതൽ പശു വളർത്തൽ ആരംഭിച്ച് ജീവിതമാർഗം മെച്ചപ്പെടുത്തുന്നുണ്ട്. ഞങ്ങൾക്ക് പാലെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പാലിൽ എല്ലാ വിറ്റാമിനുകളും ഉള്ളതുകൊണ്ട് സമീകൃത ആഹാരം എന്ന് പറയുന്നതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് മുതൽ കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ വളർത്തി പാല് കറന്നെടുത്ത് കുടിക്കുന്ന ഒരു പ്രത്യേക ഒരു ആത്മസംതൃപ്തിയും കൂടി നമുക്ക് ഇതിലുണ്ട്. ഇനി ഞങ്ങൾ കൂടുതൽ പാല് കറന്ന് അടുത്ത മിൽമയുണ്ട്, മിൽമയെ കൊടുത്ത് ജീവിതം വരുമാനമാർഗം പ്രധാനമായിട്ട് ഞങ്ങളുടെ അതാണ്. കുടുംബശ്രീ ഇതിനു വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് അറിയാനാണ് താല്പര്യം. കുടുംബശ്രീ ഞങ്ങൾക്ക് ഇതിനുവേണ്ടി സബ്സിഡി തരുന്നുണ്ട്. എത്ര പശുക്കളുണ്ട്? എനിക്കിപ്പം 4 പശുവുണ്ട്. 2 വലിയ പശു, 2 കിടാവുമുണ്ട്. കൂടുതലുണ്ടായിരുന്നു. കൂടുതൽ ഞങ്ങൾക്ക് കെട്ടാനുള്ള സൗകര്യം കുറഞ്ഞതുകൊണ്ട് കുറച്ചെണ്ണത്തിനെ കൊടുത്തായിരുന്നു. ഇപ്പോൾ കുടുംബശ്രീ വഴി നമുക്ക് ഇതിനുള്ള ട്രെയിനിങ്ങുകളാണ് ആദ്യം തരുന്നത്. ട്രെയിനിങ് തന്നു. അതിനുശേഷം ആ രീതിയിലാണ് ഞങ്ങൾ കൂട് നിർമ്മിച്ച്. എന്ത് പരിശീലനമാണ് കിട്ടിയത്? സ്കിൽ ട്രെയിനിങ് തന്നു. അതെ, പക്ഷെ എന്തിലാണ് പരിശീലനം? പശുവിനെ വളർത്താനാണോ പരിശീലനം? പശുവിനെ വളർത്തുന്ന ഒരു ക്ടാവിനെ തൊട്ട് വളർത്തി വലുതാക്കി ചെന പിടിപ്പിച്ച് പ്രസവിപ്പിച്ച് എങ്ങനെ നല്ല രീതിയിൽ പാല് രോഗങ്ങളൊന്നും കൂടാതെ തന്നെ വരാതെ തന്നെ ശ്രദ്ധിച്ച് എങ്ങനെ വളർത്താം. ചെയർപേഴ്സൺ, ഇതിപ്പോ മൊത്തത്തില് എത്ര പശുക്കള് ഇങ്ങനെ നിങ്ങളുടെ ഈ സ്കീമിൽ കൂടെ കൊടുത്തിട്ടുണ്ട്? എത്ര പാൽ ഒരു ദിവസം
ഉൽപ്പാദിപ്പിക്കുക എന്ന വല്ല കണക്കുമുണ്ടോ? 6000-ഓളം വരുന്ന കുടുംബങ്ങളില് ഭൂരിപക്ഷം കുടുംബങ്ങളും കാലിവളർത്തൽ കൊണ്ട് തന്നെ ഉപജീവനം നടത്തുന്ന സ്വന്തം നിലയ്ക്കും അല്ലാതെ ഗ്രാമപഞ്ചായത്തിന്റെ കുടുംബശ്രീ വഴി കൊടുക്കുന്ന എല്ലാ വിധത്തിലുള്ള സപ്പോർട്ട് കൊണ്ടാണ് അവര് മുമ്പോട്ട് പോകുന്നത്. അതുപോലെ ഇതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് എന്തെല്ലാം ഉണ്ടാക്കാമോ, തൈരുണ്ടാക്കി വിൽക്കാം, അതുപോലെ തന്നെ പനീർ, അതൊക്കെ ചെയ്യുന്നുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് എല്ലാ വിധത്തിൽ വേണ്ട പരിശീലനങ്ങൾ ഞങ്ങൾക്ക് കുടുംബശ്രീ ജില്ലാ മിഷൻ തന്നിട്ടുണ്ട്. അതിനനുസരിച്ചാണ് ഓരോ യൂണിറ്റുകളും ഞങ്ങൾ രൂപീകരിച്ച് വെച്ചിരിക്കുന്നത്. കൃഷിയും പിന്നെ കാലി വളർത്തലും അല്ലാതെ ഞങ്ങൾക്ക് ഹൈറേഞ്ചിലെ ജനങ്ങളെ സംബന്ധിച്ച് മറ്റൊരു മേഖലയില്ല. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാനും അത്തരം കാര്യങ്ങൾ ഞങ്ങൾ ഈ ഒരു നിലവാരത്തിൽ നിന്നുപോയി. അപ്പൊ കുട്ടികൾക്കൊക്കെ പഠിക്കണമെന്നും ഉയരണമെന്നും എല്ലാം ആഗ്രഹമുള്ള ആളുകളാണ്. അവരെ വഴി കാണിച്ചു വിടാൻ ഞങ്ങളുടെ മുമ്പിൽ മറ്റൊരു സോഴ്സ് ഇല്ല. അതുകൊണ്ട് ഈ തരത്തിലാണ് ഞങ്ങളുടെ ജീവിതം. കുടുംബശ്രീയുടെ സംഭാവന എന്ന് പറയുന്നത് പരിശീലനം മാത്രമാണ്. പരിശീലനം മാത്രമല്ല, സബ്സിഡി കിട്ടിയ ഗ്രൂപ്പുകളുണ്ട്. സബ്സിഡി കിട്ടാൻ വേണ്ടി ഞങ്ങളിപ്പോ അയച്ചിരിക്കുന്ന ഗ്രൂപ്പുകളുണ്ട്. ഈ തലത്തിൽ പരിശീലനം കൊടുക്കുന്ന ഗ്രൂപ്പുകളുണ്ട്. ഇവരെല്ലാം ബാങ്ക് ലിങ്കേജ് ചെയ്യിച്ചിട്ട് അവർക്ക് ബൾക്കായി ലോൺ എടുത്തു കൊടുത്ത് തൊഴുത്ത് പണിയുന്നതിന്റെ അതിന്റെ ഓരോ സ്റ്റേജും ഞങ്ങൾ നേരിട്ട് പോയി നിരീക്ഷിച്ച് അതിനൊക്കെ മെമ്പർ സെക്രട്ടറിയുടെ കൃത്യമായ ഒരു റോളും ആ തരത്തിലാണ് ഞങ്ങളിത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ആധുനിക രീതിയിലുള്ള തൊഴുത്താണോ? ആധുനിക രീതിയിൽ, അതായത് ശരി ഹൈജീനിക് ആയിട്ടുള്ള അന്തരീക്ഷത്തിൽ തന്നെയാണ് ഞങ്ങൾ വളർത്തുന്നത്. ഒന്നും ഞങ്ങൾക്ക് അതിനകത്ത് വേസ്റ്റ് ആയിട്ടില്ല. ബയോഗ്യാസ് പ്ലാന്റ് ആയിട്ട് മാറ്റുന്നു. ഈ പശു വളർത്തലിൽ ഞങ്ങൾക്ക് വേസ്റ്റ് ആയിട്ട് കളയാൻ ഒരു സാധനവും എല്ലാ വീട്ടിലും ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട്. എല്ലാ വീട്ടിലും ഇല്ല. എല്ലാ വീട്ടിലും ഉള്ള ഒരു പദ്ധതി ഞങ്ങൾ ഗ്രാമപഞ്ചായത്തിന് മുമ്പിൽ വെച്ചിട്ടുണ്ട്. കുടുംബശ്രീ മൂലം എത്ര പേർക്ക് പശുക്കളെ കിട്ടിയിട്ടുണ്ട്? 38 ഗ്രൂപ്പുകളാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഓരോ ഗ്രൂപ്പിലും 5 മെമ്പേഴ്സ് വെച്ചിട്ടാണുള്ളത്. 5 ലക്ഷം, ഒരു ഗ്രൂപ്പിന് 5 ലക്ഷം രൂപയുടെ ലോൺ അനുവദിക്കുകയും അതിനകത്ത് പെർ ഹെഡ് 40,000 രൂപ സബ്സിഡി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ വർഷത്തെ പ്രോജക്ട്. മുൻ വർഷങ്ങളിൽ ഗ്രാമപഞ്ചായത്തിന്റെ 10,000 രൂപയും കുടുംബശ്രീ മിഷന്റെ 10,000 രൂപയും വെച്ചിട്ടാണ് ഞങ്ങൾക്ക് സബ്സിഡി കിട്ടിപ്പോയിരിക്കുന്നത്. അത് ഓരോ വർഷവും പഞ്ചായത്ത് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ അത് ഡെവലപ്പ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകും. 200 പേരല്ലേ ഈ ഒരു പേരോളം വരുന്നുണ്ട്. മുമ്പ് ബെനിഫിഷ്യറിയെ കണ്ടെത്തിക്കൊണ്ടിരുന്നത് കുടുംബശ്രീ ഡയറക്റ്റ് ആയിട്ടായിരുന്നു. ഇപ്പം ത്രിതല പഞ്ചായത്തിന്റെ സപ്പോർട്ടും അത് കൂടാതെ തന്നെ കുടുംബശ്രീ മിഷന്റെ സപ്പോർട്ടും കൂടെ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അവര് പറയുന്ന റെസ്ട്രിക്ഷൻ അനുസരിച്ച് മാത്രമേ ഇപ്പൊ ഞങ്ങൾക്ക് ബെനിഫിഷ്യറിയെ കണ്ടെത്താൻ പറ്റുന്നുള്ളൂ. പനീർ, തൈര് ഇപ്പൊ പറഞ്ഞില്ലേ ഉൽപ്പാദിക്കുന്നുണ്ട്. അതേപോലെ ചീസ് ഉണ്ടാക്കുന്നുണ്ട്. അത് വ്യാവസായിക അടിസ്ഥാനത്തിലൊന്നും ഡെവലപ്പ് ചെയ്യാൻ ഞങ്ങൾക്ക് ഒരു തരത്തിലും സാധിച്ചിട്ടില്ല. പരിശീലനം കിട്ടും, ഞങ്ങളുടെ വീട്ടാവശ്യത്തിനും അല്ലെ കുഞ്ഞുങ്ങളുടെ ആവശ്യത്തിനും ഉണ്ടാക്കും. ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങൾ ഉണ്ടാക്കി. പ്രായോഗികമായിട്ട് ഞങ്ങളുടെ മേഖലയുടെ ഒരു പ്രത്യേകതയുണ്ട്, ഗതാഗത സൗകര്യം പോലെയുള്ള കാര്യങ്ങൾ. പിന്നെ ഞങ്ങളുടെ സമയം മുഴുവനായിട്ടും പുല്ല് ചെത്താണ് മെയിനായി ജോലി. പുല്ല് വെട്ടിക്കൊണ്ടുവരിക, അത് പശുവിന് കൊടുക്കുക, പശുവിനെ കുളിപ്പിക്കുക. രാവിലത്തെ ജോലികൾ കഴിയുമ്പോൾ വൈകുന്നേരത്തെ ജോലിക്കുള്ള സമയമാകും. 3:30 പശുവിനെ കറന്ന് പശുവിനെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു 7 മണിയോട് കൂടിയാണ് ഞങ്ങൾക്ക് പിന്നെ അകത്തേക്ക് വരാൻ പറ്റുക. അപ്പൊ ഇതിന് വെള്ളം കൊടുക്കണം. കുടുംബശ്രീയുടെ പരിപാടികളെല്ലാം ഉണ്ടെങ്കിൽ, എന്ത് കുടുംബശ്രീയുടെ പ്രോഗ്രാംസ് ഉണ്ടെങ്കിലും അതിനെല്ലാം സഹകരിക്കുന്നുണ്ട്. പശുവിനെ റൊട്ടേറ്റ് ചെയ്താണ് ഞങ്ങളുടെ ഒക്കെ ജീവിതങ്ങൾ മുമ്പോട്ട് പോകണം. ഒരുപാട് സമയം അധ്വാനം അങ്ങനെയാണ്. അവിടുത്തെ പാൽ സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് ഉണ്ടോ? എല്ലാവർക്കും മെമ്പർഷിപ്പ് ഉണ്ട്. ക്ഷീര കർഷകർക്ക് എല്ലാവർക്കും മെമ്പർഷിപ്പ് ഉണ്ട്. അതായത് ഒരു കുടുംബത്തിനാണ് മെമ്പർഷിപ്പ്? മിക്കവാറും കുടുംബങ്ങളിലെ വനിതകൾക്കാണ് മെമ്പർഷിപ്പ്. മുൻകാലങ്ങളിൽ അത് പുരുഷന്മാർക്കായിരുന്നു. ഇപ്പം വനിതകൾക്കാണ് മെമ്പർഷിപ്പ്. ആനുകൂല്യങ്ങൾ കൂടുതൽ അവർ വഴിയാണ് കൊടുത്തു പോകുന്നത്. അതുകൊണ്ട് വൈസ് ചെയർപേഴ്സന് പശു ഉണ്ടോ? എനിക്ക് ഞാൻ സുഖമില്ലാതിരിക്കുവാണായിരുന്നു. അതുകൊണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കാണ്ട് ഇപ്പൊ പശുവില്ല. തറവാട്ടിലുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. വേറെ എന്താണ് വീട്ടിലെ പ്രധാന വരുമാനം? പ്രധാന വരുമാനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജോലി ചെയ്യുന്നു. പിന്നെ കുടുംബശ്രീയുടെ പ്രവർത്തനമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട്. വീട്ടിൽ ആടിന്റെ ഇതുണ്ട്, ആടുണ്ട്. ഭർത്താവ് വീടിന്റെ പണിക്ക് പോവുക, വീട് പണിക്ക് പോവാ. എത്ര പേരുണ്ട്? എനിക്ക് 3 കുട്ടികള്. അമ്മ അച്ഛനും ഉണ്ട്. തൊട്ടടുത്ത് തന്നെ, ഞങ്ങൾ തറവാട്ടിലല്ല, തൊട്ടടുത്ത് തന്നെ. ഏത് സാഹചര്യത്തിലാണ് ഇതിൽ വന്നത്? കുടുംബശ്രീയിൽ വന്നതെന്ന് പറഞ്ഞാൽ 2000 മുതൽ ഞങ്ങൾ കുടുംബശ്രീ വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിൽ വന്നു. അപ്പൊ ഞങ്ങളുടെയൊക്കെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ പുറത്തേക്ക് ഇറങ്ങാന്നുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ആദ്യ കാലഘട്ടത്തില്. എന്താ ബുദ്ധിമുട്ട്? അല്ല, അപ്പൊ ആദ്യ ഒരു കാലഘട്ടം മുസ്ലിമിന് ഒരു ചട്ടക്കൂട്ടിൽ പറഞ്ഞ ഒരാളുകളായിരുന്നു ഞങ്ങള്. അപ്പൊ അതിന്റേതായ ബുദ്ധിമുട്ടുകൾ ആദ്യകാലത്ത് മറ്റുള്ളവരും പറയുന്നുണ്ട് ഞങ്ങൾ വീട്ടിൽ കഴിയുന്നവരായിരുന്നു, പുറത്തു പോകുന്ന കുടുംബശ്രീ എന്നൊരു പ്രസ്ഥാനം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് സ്ത്രീകൾക്ക് ഇത്രയധികം ജനങ്ങളുമായിട്ട് ബന്ധപ്പെടാനും ഒരു പ്രതിബന്ധങ്ങളും ഇല്ല. ഞങ്ങൾക്ക് ഒരു ഓഫീസായിട്ട് ബന്ധപ്പെടാനോ ഒരു ബാങ്കായിട്ട് ബന്ധപ്പെടുന്നതിനോ മറ്റൊരു ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് സേവന പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ കുടുംബശ്രീയിലൂടെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത്. കാരണം ഒരു വിധവയായ ഒരു ആൾക്ക് പെൻഷൻ വാങ്ങിച്ചു കൊടുക്കുന്നതിനോ വാർദ്ധക്യത്തിലെത്തിയ ആളുകൾക്ക് പെൻഷൻ വാങ്ങിച്ചു കൊടുക്കുക, അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ഒരുപാട് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുന്നത് കുടുംബശ്രീയിലൂടെയാണ്.
കൂടിയാണ്. നിങ്ങളുടെ ഭർത്താവിന് നിങ്ങൾ പുറത്തിങ്ങനെ പോയി പ്രവർത്തനം ഏർപ്പെടുന്നതിൽ ഇല്ല, യാതൊരു ഇതില്ല, എല്ലാവിധ പിന്തുണയുണ്ട്. എല്ലാവിധ പിന്തുണയുണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ ഒരു അല്ല, അന്ന് ഞങ്ങൾ കുടുംബശ്രീ എന്ന പ്രസ്ഥാനം ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു കുടുംബജീവിതവും അതിന്റെ ചട്ടക്കൂട്ടിലും പശു വളർത്തി, ആട് വളർത്തി അങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇതിപ്പോ അന്ന് അയൽക്കൂട്ട കൂട്ടായ്മയിലൂടെ മുറ്റത്തൊരു ബാങ്ക് എന്ന ഒരു ലക്ഷ്യം ഇട്ടുകൊണ്ട് നമ്മൾ അയൽക്കൂട്ട കൂട്ടായ്മ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യാന്നുള്ള അടുത്തുള്ള ആളുകളെയൊക്കെ പങ്കെടുപ്പിച്ചു നമ്മൾ കുടുംബശ്രീ യൂണിറ്റ് ആരംഭിച്ചു. അതിൽ നിന്ന് തുച്ഛമായ തൃപ്തി ഇട്ടുകൊണ്ട് അതിൽ ഞങ്ങൾ ബാങ്കിലൊരു അക്കൗണ്ട് എടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ബാങ്കിൽ തൃപ്തി നിക്ഷേപിച്ചു, അത് ലോൺ കൊടുക്കാൻ സാധിച്ചു. അങ്ങനെ ലോൺ കൊടുത്തതിലൂടെ അംഗമായിട്ടുള്ള എല്ലാ സ്ത്രീകൾക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ? ഉണ്ട്, ഇപ്പൊ എല്ലാവർക്കും ഉണ്ട്. ഒന്നുമില്ലെങ്കിൽ കുടുംബശ്രീയിൽ ജോയിന്റ് അക്കൗണ്ട് ഉണ്ട്, അവരുടെ ഒരു മിച്ച സമ്പാദ്യം കൊണ്ട് അവർക്ക് ചെറിയൊരു ബാങ്ക് അക്കൗണ്ട്, അതുപോലെ തന്നെ NRGA പദ്ധതിയിൽ ഉൾപ്പെട്ടുകൊണ്ട് ഇപ്പൊ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. എല്ലാവർക്കും ഉണ്ട്, എല്ലാ മെമ്പേഴ്സിനും ഉണ്ട്. NRGA അക്കൗണ്ട് നിർബന്ധമായിട്ട് എടുത്തിട്ടുണ്ട്. NRGA പോയില്ലെങ്കിൽ ഒരു കുടുംബത്തിന് ഒരു അക്കൗണ്ട് എന്നേ പറയാൻ പറ്റുള്ളൂ. അത് പ്രധാനമായിട്ടും അവിടുത്തെ വനിതയുടെ പേരില് ഇപ്പം വനിതയ്ക്ക് ഒരു അക്കൗണ്ട് ഉണ്ട്, വീട്ടമ്മയ്ക്ക് ഒരു അക്കൗണ്ട് ഉണ്ട്. ആദ്യകാലങ്ങളിൽ നമ്മൾ വീട്ടമ്മമാർക്ക് ഒരു അക്കൗണ്ട് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പഞ്ചായത്തിലെ ബാങ്കുകളൊക്കെ ഇഷ്ടംമാതിരി ബാങ്കുകളുണ്ട്. കുടുംബശ്രീയിലെ ഇത്രയൊക്കെ പൈസ കൊണ്ടുവന്ന് ചിലർക്ക് കിട്ടി, ചിലർക്ക് കിട്ടിയില്ല, വായ്പ എന്ന് പറഞ്ഞ് കടിപിടി കൂടാറില്ല. ഇല്ല, ഇപ്പൊ അതില്ല, ആ ഒരു പ്രശ്നമില്ല. കാരണം JLG എന്ന് പറയുന്ന പദ്ധതി വന്നതോടുകൂടി ഒരു സംഘത്തിൽ തന്നെ 4-5 ഗ്രൂപ്പ് നമുക്ക് രൂപീകരിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ബാങ്ക് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സംഘത്തിൽ നേരത്തെ 4 ഇരട്ടി വരെയായിരുന്നു ലിങ്കേജ് ബാങ്കിൽ ലോൺ കൊടുത്തിരുന്നുള്ളൂ. ഇന്ന് അത് 10 ഇരട്ടി കൊടുക്കാൻ ബാങ്ക് തയ്യാറാണ്. CDSC ചെയർപേഴ്സന്റെ ഒരു കത്ത് മാത്രം മതി. അപ്പൊ ചെയർപേഴ്സൺ, നിങ്ങൾ സംഘകൃഷിയാണ് അടുത്തത്. അപ്പൊ നമുക്ക് പാല് കഴിഞ്ഞാൽ കൃഷിയിൽ നോവുണ്ട്. അപ്പൊ അതുകൂടി കണ്ടിട്ട് തിരിച്ചു വരാം. മീനച്ചിലാറിന്റെ ജലസമൃദ്ധിയിൽ വാത്തിക്കുടിയിലെ കുടുംബശ്രീ വനിതകൾ നടത്തുന്ന സംഘകൃഷി കാഴ്ചകളാണ് ഇനി പ്രേക്ഷകരെ കാത്തിരിക്കുന്നത്. മികച്ച സംഘകൃഷി ഗ്രൂപ്പിനുള്ള ഗുജറാത്ത് ഗവൺമെന്റിന്റെ അവാർഡ് കരസ്ഥമാക്കിയ അഭിമാന താരങ്ങളായ വനിതാ കർഷകരുടെ നാടാണ് വാത്തുക്കുടി. 490 സംഘകൃഷി യൂണിറ്റുകളാണ് ഇവിടെ വിജയകരമായി പ്രവർത്തിക്കുന്നത്. ഇവർ തരിശായി കിടന്ന ഭൂമി പാട്ടത്തിനെടുത്ത് മണ്ണൊരുക്കി കൃഷിയിറക്കി. തരിശുരഹിത പഞ്ചായത്ത് എന്ന അഭിമാന നേട്ടത്തിൽ വാത്തുക്കുടി എത്തി നിൽക്കുന്നു. ഞങ്ങളുടെ ഗ്രൂപ്പ് 1.5 ഏക്കറോളം സ്ഥലത്ത് ജൈവ കൃഷി ചെയ്യുന്നു. പുകയില കഷായമാണ് ഞങ്ങൾ തളിച്ചു കൊടുക്കുന്നത്. പിന്നെ എല്ലുപൊടി, സ്ലറി ഒക്കെ ഞങ്ങൾ വളമായിട്ട് ഉപയോഗിക്കുന്നു. പിന്നെ ഞങ്ങൾ തുളസിയില വെള്ളത്തിൽ ഞരടി കെട്ടി തൂക്കിയിരിക്കുന്നു. പ്രാണികളെ ആകർഷിച്ച് അവ വന്നത് കുറെ നശിച്ചു പോകുന്നുണ്ട്. അങ്ങനെ ആഴ്ചയിൽ 3 ദിവസം ഞങ്ങൾ വിളവെടുപ്പ് നടത്തുന്നു. 1 കിലോയ്ക്ക് 45 രൂപ മുതൽ 60 രൂപ വരെ ഞങ്ങൾക്ക് വില ലഭ്യമാകുന്നുണ്ട്. ഞങ്ങൾക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ ഞങ്ങളുടെ കൃഷി പുരോഗമിക്കുന്നുണ്ട്. ഏറ്റവും നല്ല JLG ഗ്രൂപ്പിനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം നേടിയത് ഇവിടത്തെ ശ്രേയസ് JLG ഗ്രൂപ്പാണ്. നടപ്പുവർഷം 3 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്ത് വിജയം വരിച്ച അഞ്ജന ഗ്രൂപ്പ് ഇവിടത്തെ ST ഗ്രൂപ്പുകളിൽ ഒന്നാണ്. സമീപ പ്രദേശങ്ങളുടെ VFPCKയിലൂടെയാണ് ഉത്പാദനത്തിന്റെ വലിയൊരു ഭാഗം ഇവർ വിൽപ്പന നടത്തുന്നത്. കൃഷിഭവൻ ഇവർക്ക് വിത്തും സബ്സിഡി നിരക്കിൽ വളവും നിർദ്ദേശങ്ങളും പരിശീലനവും ഒക്കെ നൽകുന്നു. ഫാർമേഴ്സ് ഫെലിസിറ്റേഷൻ സെന്ററിലൂടെ കാർഷിക ഉപകരണങ്ങൾ കർഷകർക്ക് കുറഞ്ഞ നിരക്കിൽ വാടകയ്ക്കും നൽകുന്നു. കൃഷിയിടങ്ങളിൽ കാടുവെട്ടി തെളിക്കാനും മറ്റനുബന്ധ ജോലികൾക്കുമായി 200 അംഗങ്ങളുള്ള തൊഴിൽ കർമ്മസേനയും ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഈ തൊഴിൽ കൂട്ടത്തിൽ 32 അംഗങ്ങളാണുള്ളത്. പല സൈറ്റുകളിലായി ജോലി ചെയ്യുന്നു. ഏലക്കാടുപ്പ്, കൊളുന്തെടുപ്പ്, കാടുവീശൽ തുടങ്ങിയ ജോലികളാണ് ഞങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത്. ഏലക്കാടുപ്പ്, കൊളുന്തെടുപ്പ് തുടങ്ങിയ ജോലികൾക്ക് മണിക്കൂറിന് 40 രൂപ നിരക്കിലും കാടുവീശലിന് മണിക്കൂറിന് 50 രൂപ നിരക്കിലുമാണ് ഞങ്ങൾ ശമ്പളം വാങ്ങുന്നത്. കുടുംബശ്രീയുടെയും ബ്ലോക്കിന്റെയും ഒക്കെ സഹായത്തോടെ ഞങ്ങൾ നല്ല രീതിയിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ കൃഷിയിൽ എത്ര കുടുംബങ്ങൾ ഇതിന്റെ അകത്ത്
പങ്കെടുക്കുന്നുണ്ട്? 490 ജെഎൽജികളിലായിട്ട് 1960 അംഗങ്ങളാണ് ഈ ജെഎൽജി കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോ നിങ്ങളുടെ ഇതിന്റെ കൂടുതൽ ആദായം ഒരു മാസം ഇതിൽ നിന്ന് എത്ര രൂപ കിട്ടും? ഒരു മാസം, അതായത് ശരാശരി ഇപ്പൊ പച്ചക്കറി കൃഷി എന്ന് പറഞ്ഞാല് ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാനാണ് ശ്രേയസ് ജെഎൽജി ഗ്രൂപ്പിലെ അംഗമാണ്. അപ്പം ഞങ്ങൾ ചെയ്ത കൃഷിയില് നമുക്ക് ശരാശരി 3 മാസമാണ് പച്ചക്കറി. ഇപ്പൊ പയറാണ് ഞങ്ങൾ കൃഷി ചെയ്തത്. 36 ആഴ്ചയാണ് നമ്മൾ പയറിന്റെ വിളവെടുപ്പ് നടത്തുന്നത്. അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ കൃഷി ചെയ്തപ്പോ ഞങ്ങൾക്ക് 10,000 കിലോ പയറാണ് ഈ 3 മാസം കൊണ്ട് കിട്ടിയത്. അന്ന് വില കുറവ്, ഇന്ന് വിലയുണ്ടായിരുന്നു പയറിന്. അപ്പൊ അന്ന് ഞങ്ങൾ കൃഷി ചെയ്തപ്പോ ഞങ്ങൾക്ക് 3 ലക്ഷം രൂപയുടെ വിറ്റ് വരവ് കിട്ടി. അതിൽ 1.5 ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് ചെലവുണ്ട്. അന്നെന്ന് പറഞ്ഞാൽ തൊഴിലുറപ്പ് പദ്ധതി ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി പ്രയോജനം ഉണ്ടായിരുന്നു. അന്ന് കൃഷി നമുക്ക് തൊഴിലുറപ്പ് പദ്ധതി ചെയ്യാമായതുകൊണ്ട് നമുക്കൊക്കെ ലാഭകരമായി മാറ്റാൻ പറ്റി. ഇന്ന് പക്ഷെ തൊഴിലുറപ്പ് പദ്ധതിയിൽ കൃഷി മേഖലയിലേക്ക് കടക്കാത്തത് ഞങ്ങളെപ്പോലുള്ള പ്രത്യേകിച്ച് കർഷകർക്ക് ഇപ്പം കൃഷിയിടങ്ങളിൽ ചെയ്യാൻ പറ്റുന്നില്ല. കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലുറപ്പ് പദ്ധതി വേണ്ടെന്ന് വെച്ചിട്ടുണ്ടോ? ഉണ്ട്. പിന്നെ ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഇപ്പം മെറ്റീരിയൽ കോസ്റ്റ് ഉപയോഗിച്ചുള്ള കൂടുതൽ വർക്കുകൾ ചെയ്യുന്നു. ഇത്ര ശതമാനം വെച്ച് നമുക്ക് ചെയ്യുന്നതിനകത്ത് പിന്നെ ജലസേചന സൗകര്യങ്ങൾ കൂടുതൽ ഭൂമിയിൽ നിൽക്കത്തക്ക രീതിയിലുള്ള പിന്നെ ചെക്ക് ഡാമുകള്, അതുപോലെ തന്നെ മഴക്കുഴി, അങ്ങനെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും പ്രോത്സാഹിപ്പിക്കുന്നത്. ഇപ്പൊ കൃഷിയിലേക്ക് നമ്മൾ മുൻകാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്ന ജെഎൽജിക്കൊക്കെ ആണെങ്കിലും പയറിന് തടവെടുക്കൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൃഷിക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് ഇപ്പൊ ഗവൺമെന്റിന്റെ കർശന നിർദ്ദേശമുണ്ട്. പക്ഷേ കുടുംബശ്രീ മാതിരിയുള്ള സംഘങ്ങൾക്ക് ഇത് ബാധകമാക്കരുത് എന്ന് പറഞ്ഞ് ഗവൺമെന്റിന് ഒരു നിവേദനം കൊടുത്തുകൂടെ? ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഗ്രാമസഭകളിലെ ഈ ആവശ്യങ്ങൾ എല്ലാ ആളുകളും കാർഷിക ഉൽപാദനത്തിനെ നേരിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമല്ലേ? തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ ഗ്രാമസഭകളിൽ ഉന്നയിക്കുകയും ഈ ഗ്രാമസഭയുടെ മിനിസിന്റെ കോപ്പികൾ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട ബ്ലോക്ക് ഓഫീസിലേക്കും ജില്ലാ ഓഫീസിലേക്കും നമ്മൾ എടുക്കുകയും പറഞ്ഞ മാതിരി ജലസേചനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാലോ? ചെയ്യാം. അപ്പൊ അവിടെ വെള്ളത്തിന് പ്രശ്നമുണ്ടോ? വെള്ളത്തിന് വലിയൊരു പ്രശ്നമുള്ള സ്ഥലമല്ല വാത്തുകുടി ഗ്രാമപഞ്ചായത്ത്. എവിടുന്നാണ് വെള്ളം കിട്ടുന്നത് കൃഷിക്ക്? കൃഷി ചെറിയ കൈത്തോടുകളുണ്ട്. അപ്പൊ അതിനകത്തൊക്കെ പിന്നെ ചെക്ക് ഡാമുകൾ, ചെറിയ രീതിയിലുള്ള ചെക്ക് ഡാമുകൾ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. പിന്നെ കുളങ്ങളുണ്ട്, കുളങ്ങളുണ്ട്. നീർത്തട പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ടാണ് നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയുമായി പോകുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ നീർത്തടാധിഷ്ഠിത തൊഴിലുറപ്പ് പദ്ധതി എടുത്ത ഗ്രാമപഞ്ചായത്ത് വാത്തുകുടിയാണ്. അതെ. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും നല്ല തൊഴിലുറപ്പ് പദ്ധതിയിലുള്ള ജില്ലയിലെ മഹാത്മാ അവാർഡ് തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് നേടിയതും വാത്തുകുടി ഗ്രാമപഞ്ചായത്താണ്. ഇത് ജൈവ കൃഷിയാണ് എല്ലാവരും ചെയ്യുന്നത്. കൂടുതലും ജൈവ കൃഷിയാണ്. അതായത് ഇപ്പം ഇവിടെ പറഞ്ഞതുപോലെ ക്ഷീരസാഗര പദ്ധതി വഴി ചാണകം ഉള്ളതുകൊണ്ടും സ്ലറി ഉള്ളതുകൊണ്ടും കൂടുതലും ഞങ്ങൾക്ക് അതാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ തന്നെ അത് കഴിക്കുന്നുണ്ടല്ലോ, നമ്മളും കഴിക്കുന്നുണ്ട്. പുറത്തേക്ക് കൊടുക്കുമ്പോഴും മനസ്സിനൊരു മനസാക്ഷിക്കുത്തില്ലാതെ നൽകണമെങ്കിൽ കൂടുതലും. പൊതുവെ ഈ അടുത്ത സമയത്ത് നമ്മുടെ സലിംകുമാർ നടൻ പറഞ്ഞായിരുന്നു, നിങ്ങള് അതായത് ഈ കൃഷി ഇടുന്നില്ലേ, അവര് കഴിക്കുന്നത് ശുദ്ധമായ ചാണകമൊക്കെ ഇട്ടെടുക്കുമെന്ന്. വിൽക്കാൻ കൊടുക്കുന്ന ഏരിയയിലോട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. വാഴയ്ക്കൊക്കെ ശരിക്കും രാസവളം ഇട്ട് കൊടുത്തെങ്കിലാണ് വാഴക്കൊലകളൊക്കെ വലുതായി വരുന്ന ഒരു ഇതുണ്ടാകുന്നുള്ളൂ. പക്ഷെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. നമ്മൾ സമൂഹത്തിലേക്ക് വരുന്ന ഒരു തലമുറയെ ഒരു വിഷത്തിന്റെ ഒരു ഇതായിട്ട് മാറ്റിയെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പരിശീലനങ്ങൾ ലഭിച്ച് ജൈവ കൃഷിയിലൂടെ നമ്മൾ വരുന്നതാണ്. ഞങ്ങൾ ചെയ്യാത്തതിന്റെ കാരണം കൂടുതലും പാട്ടകൃഷിയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ പാട്ടകൃഷിയാകുമ്പോൾ നമ്മൾ അതിനകത്ത് തന്നെ ആയിരിക്കും 24 മണിക്കൂറും. ഇപ്പൊ സെപ്പറേറ്റ് വേറെ കൃഷിയെ കുറിച്ച് നമുക്ക് സ്വന്തം ഇത് തന്നെയാണ് നമ്മുടെ സ്വന്തം. നിങ്ങൾ ചെക്ക് ചെയ്യാൻ ആള് വരാറുണ്ടോ? എല്ലാം ഉണ്ട്. ഇൻസ്പെക്ഷൻ ഒക്കെ ഉണ്ട്. ആൽമയുടെ ആൾക്കാർ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ഗുജറാത്തിൽ പോകാൻ പറ്റി ആൽമയുടെ ആൾക്കാർ, പിന്നെ കൃഷി വകുപ്പിന്റെ ആൾക്കാർ നമുക്ക് എന്തെങ്കിലും കേടൊക്കെ നിങ്ങൾ വിളിച്ച് ചോദിക്കാറുണ്ട്. പിന്നെ ഞങ്ങൾക്ക് തന്നെ നമ്മുടെ വാത്തുകുടി CDSൽ തന്നെ 48ഓളം മാസ്റ്റർ കർഷകരുണ്ട്. അവർക്ക് പരിശീലനം കിട്ടിയിട്ടുണ്ട്. അവര് പ്രയോഗിക്കുന്ന വളങ്ങൾ പരസ്പരം പങ്കുവെക്കാറുണ്ട്. കൂടുതൽ എന്താ ഉൽപ്പന്നം ഉണ്ടാകാൻ പറ്റുന്ന എന്തൊക്കെയുണ്ട്. കർഷകർ എന്ന് പറയുന്ന ആരാണ് അവർക്ക് ഈ മാസ്റ്റർ പദവി കൊടുക്കുന്നത്? അതായത് വാത്തുകുടി CDSൽ വെച്ച് ഫസ്റ്റിലെ നമ്മൾ കൃഷി അനുബന്ധമായി കൃഷി എങ്ങനെയൊക്കെ ചെയ്യാം അതിനെ കുറിച്ചൊരു മത്സരം തന്നെ നടത്തി. അത് ജില്ലയിൽ നിന്ന് തന്നെ പറഞ്ഞിട്ട് ജില്ലാ മിഷൻ സ്റ്റേറ്റ് മിഷൻ വഴി നടത്തിയതാണ്. ഒരു വിജയകരമായിട്ട് എങ്ങനെയാണ് അവർ കൃഷി ചെയ്തത് എന്നായിരുന്നു ഞങ്ങളുടെ. അപ്പൊ അതിൽ ഏറ്റവും ചെലവ് കുറച്ച് ഏറ്റവും ലാഭകരമായ മെത്തേഡിൽ എങ്ങനെ കൃഷി ചെയ്യാന്നുള്ളതിന് ഓരോരുത്തരും അവരവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്തു. അത് വെച്ചിട്ട് ഞങ്ങൾ അവരെ മാസ്റ്റർ കർഷകരായിട്ട് തെരഞ്ഞെടുത്തു. അവരെ ഫീൽഡിൽ അയച്ചു. ബാക്കിയുള്ള കർഷകർക്ക് വേണ്ട പരിശീലനം കൊടുത്തു. കുടുംബശ്രീയിലെ വനിതകളെ പിന്നെ താല്പര്യമുള്ള ആളുകളെ കണ്ടെത്തിക്കൊണ്ട് ഓട്ടോറിക്ഷ പരിശീലനം കൊടുക്കുകയും 8 ഓട്ടോ വാങ്ങി സ്ത്രീകൾക്ക് പഞ്ചായത്ത് സബ്സിഡിയോടുകൂടി നൽകിയിട്ടുണ്ട്. തരിശ് ഭൂമി രഹിത പഞ്ചായത്താണ്. ഇപ്പൊ തരിശ് ഭൂമിയില്ല. അവര് തരിശ് ഭൂമി ഒന്നും ഇല്ല. ഇല്ല.
എല്ലാം പാട്ടത്തിനാണ് നടക്കുന്നത്. എന്തോ ലീസിനെടുത്താണ് കൃഷി ജലസേചന സൗകര്യം കൂടുതലുള്ള മേഖലയാണെന്നുണ്ടെങ്കിൽ പാട്ടം കൂടുതൽ കൊടുക്കണം. നമ്മുടെ വാഴയ്ക്ക് എടുക്കുവാണെങ്കിൽ ഒരു വാഴയ്ക്ക് 12 രൂപ ഒരു മൂടിന്, അപ്പൊ ഒരു തടത്തിന്. അപ്പൊ അതിന്റെ ഒരു വിത്തും ആണ് കൊടുക്കുന്നത്. ആ ഒരു രീതിയിൽ ഒരു വാഴ നടുന്ന ഇപ്പൊ എനിക്ക് ഭൂമി ഉണ്ടെങ്കിൽ നിങ്ങൾ വാഴ കൃഷി ചെയ്യുകയാണെങ്കിൽ ഒരു വാഴയ്ക്ക് എനിക്ക് 12 രൂപ കിട്ടും. 12 രൂപയും തരും, ഒരു വാഴ വിത്തും തരും. ഒരു വാഴ വിത്തും തരും. അപ്പൊ അതിന് നിങ്ങൾക്ക് എന്താ ലാഭം കിട്ടുക? ഞങ്ങൾക്ക് ലാഭമുണ്ട്. ഒരു വാഴയ്ക്ക് എത്ര കിട്ടും? 300 രൂപ കിട്ടും. 10 കിലോയ്ക്ക് മുകളിലുള്ള വാഴക്കൊലയല്ലേ കിട്ടുന്നത്. 10 കിലോയ്ക്ക് മുകളിലുള്ള 10-20 കിലോ ഒക്കെ ഉള്ള ഒരു വാഴക്കൊലയ്ക്ക് കിട്ടും. ഒരു കിലോയ്ക്ക് 40 രൂപ വില വരും. അത് ഓരോ സീസൺ അനുസരിച്ച് വില വ്യത്യാസം വരും. ഇപ്പൊ ഒരു സ്ഥലം പോലെ കുറവുണ്ട്, പക്ഷെ 40-45 ഓണത്തിന്റെ സീസണിലൊക്കെ നല്ല വില വരുന്നുണ്ടല്ലോ. ആ സമയത്തേക്ക് ശരിക്കും ലാഭം ഉണ്ടാകും. ഓണത്തിന്റെ സമയമാകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഏത്തവാഴയ്ക്ക്. ഓണത്തിന് അത് സീസണാണ്. അല്ലാത്ത സമയത്ത് നിങ്ങൾ ശരാശരി എങ്ങനെ പോയാലും BFCK വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് പ്രൊമോഷൻ അവർക്കാണ് നിങ്ങൾ കൊടുക്കുക. അതെ അതെ. രാജമുടി കേന്ദ്രീകരിച്ച് ഒരെണ്ണം പ്രവർത്തിക്കുന്നുണ്ട്, തോപ്രാങ്കുടിയിലുണ്ട്, ഒരെണ്ണം കനോക്കുന്നുണ്ട്. ഇവിടെ എല്ലാം കൂടെ കൂടി അതിന്റെ വില അപ്പപ്പോ തരുമോ? മാർക്കറ്റ് വെച്ചിട്ട് അടുത്ത തവണ നമ്മൾ സാധനം വിൽപ്പനയ്ക്ക് വരുമ്പോൾ നമുക്ക് പൈസ കിട്ടും. അതുകൊണ്ട് ഇടനിലക്കാരില്ലാതെ നമുക്ക് കിട്ടാനുള്ള തുക കറക്റ്റായിട്ട് നമ്മുടെ കൈകളിലേക്ക് വരും. തൊഴിലുറപ്പിലെ ഭൂവികസനം കൂടി ഉൾപ്പെടുത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും അധികം ലാഭകരമായിട്ട് ഞങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു സംഭവമാണ് JLGയുടെ തൻവർഷ കൃഷികൾ. പയറ്, പാവല്, കപ്പ, ഇഞ്ചി അങ്ങനെയുള്ള തന്നാണ്ട് കൃഷികൾ. സാമഗ്രികൾ വല്ലതും ഉണ്ടോ? ഉണ്ട്. CDSന് തന്നെ ഫാർമേഴ്സ് ഫെസിലിറ്റേറ്റഡ് സർവീസ് സെന്റർ ഉണ്ട്. അതിനകത്ത് കാടുവെട്ടി യന്ത്രം, അങ്ങനെ മരുന്നടിക്കാനുള്ള ഉപകരണങ്ങൾ, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പൊ നമ്മുടെ കുടുംബശ്രീ അത് സ്റ്റേറ്റ് മിഷൻ വഴി ജില്ലാ മിഷനാണ്. അപ്പൊ അതുവഴി നമുക്ക് നമ്മുടെ ചെലവുകൾ, മറ്റുള്ള വാടകയ്ക്ക് എടുക്കാനുള്ള ചെലവുകൾ കുറയ്ക്കാം. നമ്മുടെ കുടുംബശ്രീയിലുള്ള ആളുകൾക്ക് പ്രയോറിറ്റി നൽകിക്കൊണ്ട് അവർക്കാണ് അത് കൂടുതൽ നൽകുന്നത്. അത് ഉപയോഗിക്കാനുള്ള പരിശീലനം കൊടുത്തിട്ടുണ്ട്. ഒരു സേന തന്നെ അതിനെ രൂപീകരിച്ചിട്ടുണ്ട്. അവരെ കണ്ടുവല്ലോ സേന അത് പണിയെടുക്കുന്നവർ. ഇതുകൂടാതെ ഈ യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശീലനം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്കിനി ഒരു ഫിലിം കൂടെ കാണാനുണ്ട്, ആശ്രയ നിർഭയ. അതുകൂടെ കണ്ടിട്ട് തിരിച്ചു വരാം. വാത്തിക്കുടി CDS ആശ്രയ പദ്ധതിയിലൂടെ നടത്തുന്ന കാരുണ്യ പ്രവർത്തനങ്ങളുടെ ദൃശ്യങ്ങളാണ് ഇനി പ്രേക്ഷകരെ കാത്തിരിക്കുന്നത്. രാവിലെ കോളേജിലേക്ക് തിരിക്കുന്ന സമയം വരെ 18കാരനായ അനുലാലിന് എന്തൊരു തിരക്കാണെന്നോ. അടുക്കളയിൽ പാചകം, പാത്രം കഴുകൽ, ചെടി നനയ്ക്കൽ, പിന്നെ പഠനം. ഇങ്ങനെ ജോലികളുടെ നിര നീളുന്നു. ഇതൊന്നും ചെയ്യാൻ ആ വീട്ടിൽ മറ്റാരുമില്ല തന്നെ. ചെറുപ്പത്തിലെ അപ്പനുപേക്ഷിച്ചു. കടുത്ത വിഷാദരോഗിയായ അമ്മയെ ശുശ്രൂഷിക്കാൻ പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചു. ക്ലാസ്സിലെ ഏറ്റവും സമർത്ഥനായിരുന്ന ഈ വിദ്യാർത്ഥി മനസ്സിന്റെ താളഭ്രംശങ്ങളിൽ ജീവിതത്തിന്റെ ആഴമുള്ള കയങ്ങളിലേക്ക് താണുകൊണ്ടിരുന്ന അമ്മയെ അടുത്തുനിന്നു മാറാതെ പൊന്നുപോലെ നോക്കി. പക്ഷേ +2 കഴിഞ്ഞ് എനിക്ക് പഠനം തുടരാൻ സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മയ്ക്ക് അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോഴും അതൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പം പെട്ടെന്ന് ഒരു ദിവസം അമ്മ ഇങ്ങനെ എന്നോട് സംസാരിച്ചു. അച്ഛൻ്റെ പഠനം ഞാൻ കാരണമാണല്ലോ മുടങ്ങുന്നത് എന്നൊക്കെയുള്ള വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ ആയിരിക്കും അമ്മ ഒരു പക്ഷേ അമ്മയുടെ മരുന്നുകൾ കൂടുതൽ കഴിച്ചു. ഏകദേശം ഏതാണ്ട് 140ഓളം ഗുളികൾ കഴിച്ചു. 30-ാം തീയതി കഴിച്ചു. 5 ദിവസം കോട്ടയം മെഡിക്കൽ കോളേജ് ചികിത്സ ചെയ്തു. സൈക്യാട്രിയുടെ ഏകദേശം 140ഓളം ഗുളികൾ അമ്മ കഴിച്ചതുകൊണ്ട് യാതൊരു പ്രതീക്ഷയും വെക്കണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞായിരുന്നു. പോയി. പിന്നെ അതുകൊണ്ട് ഇപ്പോൾ ഈ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ, ഒറ്റയ്ക്കേ ഉള്ളൂ. ആശ്രയ പദ്ധതിയിലുള്ളതുകൊണ്ട് ചേച്ചിമാരുടെ നല്ല സഹകരണമുണ്ട്. സർവോപരി ദൈവത്തിൻ്റെ ഒരു കൃപയുള്ളതുകൊണ്ട് നന്നായിട്ട് പോകുന്നു. ഇന്ന് അവൻ ആശ്രയ പദ്ധതിയുടെ കീഴിൽ കിടക്കാനൊരു വീടുണ്ട്, മറ്റ് സൗകര്യങ്ങളൊക്കെയുണ്ട്. വീണ്ടും അവന്റെ സ്വപ്നങ്ങൾക്ക് ചിറകു മുളച്ചു തുടങ്ങിയിരിക്കുന്നു. നന്ദി പറയേണ്ടത് കുടുംബശ്രീയോടാണ്. ഇത് ആലിസേജി, ഇപ്പോൾ CDS മെമ്പർ, മുൻ പഞ്ചായത്ത് വാർഡ് മെമ്പർ, കഴിവുറ്റ സംഘാടക, പഞ്ചായത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളുടെയും മുൻനിര പോരാളി. ഇവർക്ക് പറയാനുള്ളത് കുടുംബശ്രീ സമ്മാനിച്ച പുതിയ ജീവിതത്തെക്കുറിച്ചാണ്.
ഇപ്പം നിലവിൽ ഈ വീടിരിക്കുന്ന സ്ഥലത്തൊരു ചെറിയ കൂരയായിരുന്നു, ഒരോലപ്പര. ശരിക്കും പറഞ്ഞാൽ നനഞ്ഞൊലിച്ച് ഉള്ള ഒരു വീട്, കരണ്ടില്ല, കുടിവെള്ളമില്ല, യാതൊരു സൗകര്യവും ഇല്ലാത്ത ഒരു കൊച്ചു വീട്ടിലെ 3 മക്കളും ഞാനും വളരെ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ വളരെ ദാരിദ്ര്യത്തിലായിരുന്നു കഴിഞ്ഞത്. ഒടു തുണി പോലും ഇല്ലാത്ത അവസ്ഥ. ഷർട്ടൊക്കെ വെട്ടിയാണ് ബ്ലൗസൊക്കെ ആയിട്ട് തയ്ച്ച് ഇട്ടുകൊണ്ട് നടക്കുന്നത്. ആ കൂലിപ്പണിക്ക് പോയാണ് ജീവിക്കുന്നത്. അങ്ങനെ കൂലിപ്പണിക്ക് പോയാലും വല്ലപ്പോഴും കിട്ടുന്ന പണി. അതുകൊണ്ട് 3 കുഞ്ഞുങ്ങൾ, അവരുടെ ആശുപത്രി കാര്യങ്ങൾ, അവരെ സ്കൂളിൽ വിടേണ്ട കാര്യങ്ങൾ, വീട്ടു ചെലവ് എല്ലാം നടക്കണം. നിത്യം കുടിച്ചു വന്ന് വഴക്കുണ്ടാക്കുന്ന ഭർത്താവ്. കുഞ്ഞുങ്ങൾക്കെല്ലാം അപ്പം വരുന്ന കാണുമ്പോഴേ പേടിയായിരുന്നു. കൊച്ചും പേപ്പരിക്കകത്ത് പെണ്ണ് കയറി ഒളിച്ചിരിക്കും പാത്ത്. ചെറുക്കന്മാരിറങ്ങി വരും, വഴക്കുണ്ടാക്കുന്ന കാണുമ്പോൾ അവർക്ക് ആകെ അസ്വസ്ഥതയാവും. അവരിടയ്ക്ക് കയറുവാണെങ്കിൽ അവർക്കിട്ടും നല്ല അടി കൊടുക്കും. പിന്നെ അതുങ്ങൾ പേടിച്ച് ഓടി ഇവിടെ അന്ന് തേയിലക്കാട്, ആ കാടിൻ്റെ ഉള്ളിലാണ് ഒളിച്ചിരിക്കുന്നത്. പിന്നെ പപ്പ എങ്ങോട്ടെങ്കിലും പോകണം, അവരൊന്ന് ഇറങ്ങി വരണമെങ്കിൽ. കുടി മാറി ഉറങ്ങി കിടന്നു കഴിയുന്ന സമയത്ത് അവർ വന്ന് പിന്നെ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഈ പിള്ളേരോ ഞാനോ അങ്ങോട്ടെങ്കിലും മാറിപ്പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ടടി തരും. കാരണം എന്നാന്ന് ചോദിച്ചാൽ അവർ ഞാൻ വരാൻ വേണ്ടി പിള്ളേർക്ക് ടടി കൊടുക്കും. അങ്ങനെ വളരെ ദുരിതം അനുഭവിക്കുന്ന സമയത്താണ് ഈ കുടുംബശ്രീയിലോടൊപ്പം തന്നെ ആശ്രയ പദ്ധതിയും വരുന്നത്. ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിന്റെ കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ കാര്യങ്ങളുമായി ഓരോ ഘട്ടം ഘട്ടമായിട്ടായിരുന്നു പിന്നെ എൻ്റെ വളർച്ച. കാരണം എനിക്കതിൽ ഒത്തിരി അഭിമാനമുണ്ട്. ഇപ്പം പഠിച്ച് ജോലി കിട്ടി. എൻ്റെ 3 പിള്ളേരും ജോലി ആയി. അവരെന്നെ പൊന്നുപോലെ നോക്കുന്നുണ്ട്. എനിക്ക് സമൂഹത്തിറങ്ങി ഒരുപാട് പ്രവർത്തനങ്ങൾ ഇതുവഴി ചെയ്യാൻ സാധിച്ചു. എല്ലാ കാര്യങ്ങളിലും ഞാൻ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നു. ഇതുവഴി ഞാൻ പഞ്ചായത്ത് മെമ്പറായി. CDSൽ എല്ലാ കാലങ്ങളിലും CDSൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ചെറുതും വലുതുമാകുന്ന എല്ലാ കാര്യങ്ങളിലും എനിക്കിപ്പോൾ പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ട്. സമൂഹത്തിറങ്ങി ചെറിയ ആളുകളുടെ എല്ലാ വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിലെല്ലാം ഇടപെടാനും പ്രവർത്തിക്കാനും ഞാനിപ്പം ശ്രമിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതിനുവേണ്ടി പ്രയത്നിക്കുന്നുമുണ്ട്. കിടപ്പ് രോഗികൾ, അനാഥർ, മാനസിക രോഗികൾ, കണ്ണുകാണാത്തവർ, അംഗവൈകല്യമുള്ളവർ എന്നിങ്ങനെ 2 ഘട്ടങ്ങളിലായി 103 കുടുംബങ്ങളെയാണ് ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത്. ഇതിൽ 38 കുടുംബങ്ങൾക്ക് വീട് നൽകുകയും 6 പേരുടെ വീട് നവീകരിക്കുകയും ചെയ്തു. നിരാലംബരോടുള്ള ഒരു സമൂഹത്തിന്റെ സ്നേഹത്തിന്റെയും കരുതലിന്റെയും മറുവാക്കായി മാറിക്കഴിഞ്ഞു ആശ്രയ പദ്ധതി. ഇത് കണ്ടിട്ട് എന്ത് പറയുന്നു കൽപ്പനാജി? ഈ ചെറുപ്പക്കാർ കുട്ടികളിൽ യങ്സ്റ്റേഴ്സ്, ഞങ്ങൾ മുന്നൊരു പഞ്ചായത്തിൽ കണ്ടു, ഒരു 10-17 വയസ്സുള്ള ചെറിയ കുട്ടികളുടെ ഒരു ശക്തിക്ക് വേണ്ടി എന്തെങ്കിലും സംഘടന അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? കുട്ടികൾക്ക് കൗൺസിലിംഗ് ബാലസഭ ഉണ്ടോ? ഇപ്പൊ ആ ഒരു പിന്നെ ബാലന്റെ ഒരു കഥ പറഞ്ഞല്ലോ, എന്താ അവന്റെ പേര്? അനുലാലിന്റെ അമ്മ മരിച്ചിട്ട് ഏകദേശം ഒരു 6 മാസത്തോളം ആവുന്നതേ ഉള്ളൂ. ആ അമ്മ മരിച്ച് ആശുപത്രി കൊണ്ടുവന്ന സമയത്ത് അവിടെ മുരിക്കാശ്ശേരിയിൽ ഒരു ഹോസ്പിറ്റലിലാണ്. വിളിച്ചിട്ട് പറയുന്നു, ചേച്ചി എന്നെ വിളിക്കുന്ന ചേച്ചി എന്നാണ്, ചേച്ചി ഇവിടെ വരെ ഒന്ന് വരണം, എന്റെ അമ്മ ആശുപത്രിയിൽ, എനിക്ക് എന്നാ ചെയ്യണോന്ന് അറിയില്ല എന്ന് പറഞ്ഞു. കുട്ടി വന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ ഓടി വന്ന് അവിടുന്ന് ആ ഹോസ്പിറ്റലിൽ നിന്ന് പൈനാവെന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റി. അവിടെ ഞങ്ങൾ വനിതകളാണ് പോയത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ അവിടെ അഡ്മിറ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ഞങ്ങൾ തിരികെ വീട്ടിൽ വരുന്നതിന് മുമ്പ് തന്നെ സീരിയസ് ആണ്, കോട്ടയത്തിന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അവിടെയുള്ളൊരു ഡോക്ടർ ഹെൽപ്പ് ചെയ്ത് അവിടുന്ന് തന്നെ ആംബുലൻസ് ആക്കി ആ ഡോക്ടറെ എടുത്ത് 2000 രൂപയും കൈ കൊടുത്ത് ഈ കൊച്ചു തന്നെയാണ് കൊണ്ടുപോകുന്നത്. ഞങ്ങൾ വരാമെന്ന് പറയുന്നതിന് മുമ്പ് കൊണ്ടുപോയി. പിറ്റേ ദിവസം രാവിലെ ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾ വൈകുന്നേരത്തിന് വരാമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ കയ്യിലുള്ള പൈസ എടുത്തു, അതോടൊപ്പം തന്നെ കുടുംബശ്രീ എന്നുള്ള പൈസ എടുത്തു. ഞങ്ങൾ ആ ടൗൺ കയറി പിരിച്ച് ഞങ്ങൾക്ക് ഏതാണ്ട് 10-30,000 രൂപ ഒരു മണിക്കൂർ കൊണ്ട് ഞങ്ങൾ കയ്യിൽ കരുതി. പഞ്ചായത്തിന്റെ വണ്ടിയുമായി ഞങ്ങൾ രാവിലെ കൊച്ചിന്റെ അടുത്ത് ചെല്ലുന്നു. മരിച്ചു കഴിഞ്ഞപ്പോൾ അതുപോലെ വിളിച്ചു, എനിക്ക് ഇനി ഒന്നും അറിയത്തില്ല, ചേച്ചി ഇവിടെ വന്നോളാൻ പറഞ്ഞു. ആ ഒരു മകൻ നമ്മളോട് എങ്ങനെ സംസാരിക്കുന്ന ആ രീതിയിലുള്ള ഒരു ഇടപെടലാണ്. അവനിങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുമ്പോ അവന്റേതായിട്ടുള്ള മാനസികമായിട്ടുള്ള ഒരു വിഷമം, അവനിപ്പം പഠിക്കാൻ വിടുന്നു. അതിന് വല്ല സഹായമോ കൗൺസിലിങ്ങോ വല്ലതും ഉണ്ട്. ഫുഡ് കൊടുക്കുന്നുണ്ട്, ആശ്രയം ഫുഡ് കൊടുക്കുന്നുണ്ട്. അവനെ സംബന്ധിച്ച് ഒരു 10-12 ദിവസം കൂടുമ്പോ എല്ലാവരും ഒന്ന് പോയി വിസിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം പറ്റുന്ന സാധനങ്ങളെല്ലാം വാങ്ങിച്ചു. എല്ലാത്തിനും ഇതിനകത്ത് ഫണ്ട് എടുക്കാൻ പറ്റും. ആശ്രയുടെ ഫുഡ് ഇതിനകത്ത് ഫണ്ടിലുള്ളതാണ്. അമ്മയില്ലാത്തല്ല, ആരും ഇല്ലാത്തൊരു കുട്ടിയായിട്ടല്ല അവനെ കരുതിയിരിക്കുന്നത്. എല്ലാ കാര്യത്തിലും സഹകരിക്കും. എനിക്ക് തുടർന്ന് പഠിക്കണമെന്ന് പറഞ്ഞു. അവിടെ തൊട്ടടുത്തൊരു മാനേജ്മെന്റ് കോളേജ് ഉണ്ട്. അവിടെ DTPയുടെ ഒരു 1 ഇയർ കോഴ്സ് നടക്കുന്നുണ്ടായിരുന്നു. അവിടെ അയച്ചു. അവനിപ്പോൾ ആ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ അവിടെ ഡെയിലി വേജിന് ഒരു സ്ഥാപനത്തിൽ കുറച്ച് മണിക്കൂറുകൾ ജോലി ചെയ്ത് അതിനൊരു പേയ്മെന്റ് അവന് ആക്കി കിട്ടുന്നുണ്ട്. അവന്റെ സ്വന്തം ജീവിതത്തിനുള്ള അവന് ഇപ്പൊ തന്നെ 6 മാസം കൊണ്ട് അവര് എല്ലാവരുടെയും ഒപ്പമായി അവൻ.
പ്രത്യേകിച്ച് ഒരു കുറവുകളില്ലാത്ത വിധം ആ ചെറുപ്പക്കാരനെ കോളേജിൽ ഫീസ് അങ്ങനെ എന്തെങ്കിലും ഇല്ല, ഒന്നുമില്ല. നമ്മൾ ഇടപെട്ടത് കൊണ്ട് ഒരു സ്ഥാപനവും ഫീസൊന്നും വാങ്ങുന്നില്ല. കൊടുക്കേണ്ടി വന്നില്ല. ഇപ്പോ ആലീസിന്റെ കുടുംബം അതുമാതിരി ആശ്രയിൽ കൂടെ വന്നിട്ടാണ് ഒരു ആശ്രയം കിട്ടിയത് അല്ലേ? ഇപ്പൊ മക്കളെ രണ്ടുപേര് നേഴ്സിംഗാണ് പഠിച്ചത്. മോളും മൂത്ത മകൻ ഇപ്പൊ സൗദിയിലാണ്. എന്റെ ഭാര്യയാണ് ജോലിക്കാരിയാണ്. അപ്പൊ അവര് അങ്ങനെ രണ്ടാമത്തെ മകൻ കൺസ്ട്രക്ഷൻ കമ്പനി ജോലി ചെയ്യുന്നു. മോള് നഴ്സിംഗ് BSc നഴ്സിംഗ് പഠിച്ചു തീർന്നു, ജോലിക്ക് കയറി. എല്ലാം കുടുംബശ്രീയും ഈ ആശ്രയ പദ്ധതിയിലും ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഒരുപാട് സഹായങ്ങൾ കിട്ടി. ആശ്രയത്തിലെ ഒരു നേരത്തെ മെമ്പർ ആയിരുന്നുകൊണ്ട് ഇപ്പൊ ആലീസിന് മറ്റുള്ളവർക്ക് സഹായം ചെയ്യാനും പഞ്ചായത്ത് മെമ്പറാണോ? കഴിഞ്ഞ ടൈം മെമ്പറായിരുന്നു. 2003 നമ്മൾ ആശ്രയയുടെ പദ്ധതി ആദ്യം ഗ്രാമപഞ്ചായത്ത് എടുക്കുന്നത്. ആ സമയത്ത് അതിന്റെ മുമ്പ് മുതൽ ഞങ്ങൾക്ക് ആലീസിനെ ഇങ്ങനെ ഒരാള് ഇങ്ങനെ തന്നെ ഒരു കുടുംബം പോറ്റുന്ന രീതിയിൽ അന്ന് ഭർത്താവ് ഉപേക്ഷിച്ച് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അപ്പൊ മിക്കവാറും എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ ആയിട്ട് അത്യാവശ്യം പുറത്തിറങ്ങി വരുന്ന ഒരു ആളായിരുന്നു. അപ്പൊ മിക്കവാറും കാണുമ്പോൾ ഒരു സാരി അല്ല 2 സാരി, ആ ഒരു രീതിയിൽ എല്ലാ കാര്യത്തിനും സഹകരിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് തന്നെ താമസിക്കുന്ന ആളാണെന്ന്. പിന്നെ ഞങ്ങൾ വീട്ടിൽ ചെന്നു. ആ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ കണ്ടത്. മദ്യപാനവും ചീട്ട് കളിച്ചാണ് കടമെല്ലാം വന്നത്. രാത്രി വീട്ടിൽ വരില്ല, വെളുപ്പിനൊക്കെ വീട്ടിൽ വരുള്ളൂ. വന്നു കഴിയുമ്പോൾ മദ്യം കഴിച്ചിട്ട് വരാത്തത് നമ്മളോ കുട്ടികളോ ചോദിക്കാതിരിക്കാൻ അതിന്റെ പേരിൽ പ്രശ്നങ്ങളാകും. പിന്നെ പൈസ എന്ന് കൂലിപ്പണി എടുത്തുകൊണ്ടിരുന്ന പൈസയാണെങ്കിലും കൊടുത്തു വിടണം ഈ ചീട്ട് കളിക്കാൻ വേണ്ടി. അല്ലെ വീട്ടിലുള്ള എല്ലാ സാധനവും എടുത്തോണ്ട് പോയി വിറ്റിട്ട് കളി. ചീട്ടുകളിയായിരുന്നു ഏറ്റവും മെയിൻ പ്രധാനം. ഇതുമാതിരി പ്രശ്നങ്ങൾ ഒരുപാടുണ്ടോ അവിടെ? ആദ്യമേയൊക്കെ ഉണ്ടായിരുന്നു സാറേ, ഒരുപാട്. ഇപ്പൊ ഒത്തിരി മാറ്റം ഉണ്ടായി. അത് മാറ്റം ഉണ്ടായത് ഏറ്റവും മെയിൻ അതിന്റെ തട്ടം കുടുംബശ്രീ തന്നെയാണ്. കൂട്ടായിട്ട് കുടുംബശ്രീ വന്നതോടുകൂടി പ്രതികരിക്കാൻ സ്ത്രീകൾ പഠിച്ചു. കൂട്ടായിട്ട് പ്രതികരിക്കാനും ഒറ്റയ്ക്ക് പ്രതികരിക്കാനും പഠിച്ചത് തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. എന്തെങ്കിലും ഒരു അനുഭവം പറയാമോ? എങ്ങനെ കൂട്ടായിട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുടുംബശ്രീ 10-15 അംഗങ്ങളുണ്ട്. ഇപ്പൊ എന്റെ ഭർത്താവ് കഴിക്കുന്നയാള് നിത്യം വഴക്കുണ്ടാക്കുമെങ്കിൽ ഈ 10 പേരും വന്ന് ആദ്യമേ നല്ല രീതിയിൽ പറഞ്ഞു നോക്കും. അങ്ങനെ പറഞ്ഞിട്ട് പറ്റിയില്ലെങ്കിൽ അതിനെതിരെ പ്രതികരിച്ചിട്ടും പറ്റിയില്ലെങ്കിൽ പരാതി കൊടുക്കും. പരാതി കൊടുപ്പിച്ച് പിടിപ്പിക്കും. അതുപോലെ തന്നെ മദ്യം വിൽക്കുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ കൂട്ടായിട്ട് അത് പിടിപ്പിക്കുന്നതിനും ചീട്ട് കളിക്കുന്ന ഒരുപാട് സ്ഥലം നിർത്തലാക്കി ഞാൻ രംഗത്ത് വന്നതിനോടുകൂടി. എന്റെ പരിസരത്ത് ഒരു സ്ഥലത്തും ചീട്ട് കളിക്കാൻ സമ്മതിക്കും. അതെ, ഇപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് ആളുകളുടെ നമ്പറൊക്കെ അറിയാലോ. അപ്പൊ ആ സാറുമാരെ വിളിക്കുമ്പോൾ അവര് വന്ന് അവരെ പിടിക്കും. അപ്പൊ അവർക്ക് കേസാവും. അങ്ങനെ ആ പ്രദേശത്ത് തന്നെ ഒരുപാട് മാറ്റം നമുക്ക് വരുത്താൻ തൊഴിലുറപ്പ് പദ്ധതിയിലും കൂടി അവർ വരുന്നതുകൊണ്ട് അവർക്ക് ഒറ്റപ്പെടലുകളില്ല. സമൂഹമായിട്ട് ഒറ്റയായിട്ട് പോകാനായിട്ട് അവർക്ക് കഴിയുന്നുണ്ട്. അത് തന്നെ ഏറ്റവും വലിയൊരു പങ്കാണ്. ഗ്രൂപ്പായിട്ട് നിങ്ങൾ പ്രതികരണം അതുകൊണ്ട് മദ്യപാനം കൂടുതൽ അവർക്ക് ആസക്തി കുറഞ്ഞു വരുന്നുണ്ട്. പിന്നെ നല്ല ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയിലായാലും കുടുംബശ്രീ പ്രവർത്തനത്തിലും അവരെ എല്ലാം പങ്കാളിത്തം കൂടി ഉണ്ട്. അപ്പൊ അവിടെ ഒറ്റപ്പെട്ട ഒരു മേഖല പറ്റി ചിന്തിക്കാൻ അവർക്ക് സമയം കിട്ടുന്നില്ല. മനസ്സ് തുറക്കാൻ ഒരു അവസരം കൂടി ഉണ്ടല്ലോ. മനസ്സ് തുറക്കാൻ നേരത്തെ മനസ്സുകൊണ്ട് വീട്ടിൽ നിന്നുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചു തരുമായിരുന്നു. ഇതിപ്പോ മനസ്സ് തുറക്കാൻ അവസരം ഈ കൂട്ടായ്മയിലൂടെ തൊഴിലുറപ്പ് പദ്ധതിയുടെ അല്ലെങ്കിൽ തന്നെ അയൽക്കൂട്ടത്തിലൂടെ എല്ലാം ഉണ്ട്. മനസ്സ് തുറക്കുക മനസ്സ് തുറക്കുന്ന പറഞ്ഞാൽ എല്ലാവരോടും ഒന്നിച്ച് പറയുമല്ല. നമ്മുടെ മനസ്സിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം നമ്മളെ പ്രധാനപ്പെട്ട ആളുകളോട് ഇങ്ങനെ സംസാരിച്ച് കഴിയുമ്പോൾ നമുക്കത് രഹസ്യമായിട്ടാണ് വെക്കേണ്ടതാണ്. നമ്മൾ രഹസ്യമായിട്ട് തന്നെ വെക്കും. അത് മേൽത്തട്ടിലുള്ള ആളുകളുമായിട്ട് സംസാരിച്ച് നമുക്ക് അവർ വീട്ടിൽ സംസാരിക്കാൻ സാധിക്കും. അല്ല, കൂട്ടായി തീരുമാനം എടുക്കുന്ന കുടുംബത്തില് ദാരിദ്ര്യം അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ എല്ലാവരും കൂടെ കൂട്ടായി ചേർന്നുകൊണ്ട് ആ കുടുംബശ്രീയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റൊരു മേഖലയിൽ നിന്നോ നമുക്ക് എന്ത് സഹായം വാങ്ങിച്ചു കൊടുക്കാം, അവർക്ക് ആ കുടുംബത്തിലേക്ക് എന്ത് കൊടുക്കാം എന്നതിനെ കുറിച്ച്. സാറേ, എനിക്ക് പറയാനുള്ളത് ഇപ്പൊ കൂട്ടായി ഞാൻ CDSൽ വന്നതിന് ശേഷം ഇപ്പം എനിക്ക് 10 സെന്റ് സ്ഥലമുള്ളൂ. എനിക്ക് വീടില്ലായിരുന്നു. 6 വർഷമായിട്ട് ഞാൻ വീടില്ല. 6 വർഷമായിട്ട് നേരത്തെ വീടുണ്ടായിരുന്നു. കുറച്ച് കടം വന്നപ്പം വിറ്റു. അതിന് 10 സെന്റ് സ്ഥലമായി. അപ്പൊ വീടില്ലായിരുന്നു. 6 വർഷമായിട്ട് ഞാൻ വാടകയ്ക്ക് താമസിച്ച വ്യക്തിയായിരുന്നു. അപ്പോൾ ഈ കുടുംബശ്രീ പ്രവർത്തനത്തിലൂടെ വരികയും ADSലും CDSലുമായിട്ട് കഴിഞ്ഞ 14 വർഷത്തെ പ്രവർത്തനത്തിന്റെ ഫലമാണെന്ന് തന്നെ പറയാം. ആളുകളുമായിട്ടുള്ള അവർക്ക് വേണ്ട ചെറിയ ചെറിയ സഹായങ്ങൾ എത്തിച്ചു കൊടുത്തതിന്റെ പ്രതിഫലമായിട്ട് തന്നെ ഞാൻ അതിനെ കരുതുന്നത്. ഗ്രാമസഭ വഴി എനിക്കൊരു വീട് കിട്ടി. അതെന്റെ ഒന്നാമത്തെ ഇതാണ്. രണ്ടാമത്തെ കാര്യം, എന്റെ മോള് 97% +2 പാസ്സായതാ. അപ്പൊ അവർക്ക് ഏറ്റവും ആഗ്രഹം ഫാം ഡി പഠിക്കണമെന്നായിരുന്നു. എന്നെ സംബന്ധിച്ച് ചിലപ്പോൾ പറഞ്ഞു 10 സെന്റ് സ്ഥലമുള്ളൂ. ഹസ്ബൻഡ് ഒരു ഹോട്ടലില് സെക്യൂരിറ്റി ഗാർഡായിട്ട് വർക്ക് ചെയ്യണം. അപ്പൊ ആ ഒരു അവസ്ഥയില് ആദ്യത്തെ ദിവസം തന്നെ അവിടെ ഫാം ഡിക്ക് അവൾക്ക് അഡ്മിഷൻ കിട്ടി. പരിയാരം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയപ്പോൾ ഫസ്റ്റിലെ ഫാം ഡി ഡോക്ടർ ഫാർമസി. അപ്പം അഡ്മിഷൻ കിട്ടിയപ്പം 45,000 രൂപ ഫസ്റ്റിലെ അടയ്ക്കണമായിരുന്നു. അപ്പം ഞാൻ അന്ന് കുടുംബശ്രീയുടെ ഒരു പ്രോഗ്രാമായിട്ട് മലപ്പുറത്ത് നിൽക്കുകയാണ്.
മലപ്പുറത്ത് പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് അന്ന് പിറ്റേ ദിവസം 2 മണിയാകുമ്പോൾ കുട്ടിയെ അവിടെ അഡ്മിഷൻ എത്തണമെന്നും ഇത്രയും പൈസ അടയ്ക്കണമെന്നും പറഞ്ഞത്. അപ്പൊ ഞാൻ ഫസ്റ്റിലെ വിളിച്ചത് എന്റെ ഈ സഹോദരിമാരെയാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, നീ ധൈര്യമായിട്ട് പോരെ. ഞാൻ പിറ്റേ ദിവസം രാവിലെ 9:30 ഇവിടെ വന്നപ്പോൾ എന്റെ കയ്യിൽ 65,000 രൂപ ഉണ്ടാക്കി തന്നു. അതാണ് കൂട്ടായ്മ. ആ 65,000 രൂപയും കൊണ്ട് ഞാൻ കൊച്ചിനെ കൊണ്ട് ചേർത്തു. വീട്ടിലെ ഫസ്റ്റിലെ പെരുമണി കഴിഞ്ഞു. വാർക്കയുടെ സമയത്ത് പഞ്ചായത്തിന് പൈസ കിട്ടുമ്പോൾ വാർക്കൊക്കെ കഴിഞ്ഞ് നമുക്ക് പൈസ കിട്ടാറുള്ളൂ. അപ്പോഴും അതുപോലെ തന്നെ അന്ന് വാർക്കപ്പണി നിർന്നപ്പോ എന്റെ ഹസ്ബൻഡ് വിളിച്ചു, പൈസ ബാങ്കിൽ നിന്ന് കിട്ടില്ല, എന്ത് ചെയ്യുന്നു ചോദിച്ചു. അപ്പോഴും ഞാൻ കുടുംബശ്രീ ഓഫീസിൽ ഇരുന്നപ്പോൾ ഇവരടക്കമുള്ള ആളുകൾ എല്ലാവരും അവരുടെ കൈ കിടന്ന മോതിരമായിട്ടും കമ്മലായിട്ടും വളയായിട്ടും ഊരിത്തന്നു. അത്രയും വിശ്വാസമാണ്. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പട്ടികജാതി, പട്ടികവർഗം, അവരുടെ ഇടയിലുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് ഈ പ്രവർത്തനങ്ങൾ അവർക്ക് വേണ്ടി കൂടിയും നന്നായി നടത്താൻ സാധിക്കുന്നുണ്ടോ? ഒരു പരിധി വരെ ഉണ്ട്. ഒരു പരിധി കാരണം ഒരു കൂട്ടം വിളിച്ചു കൂട്ടാറുണ്ട്. ഇങ്ങനെ ഞങ്ങളുടെ പ്രദേശത്തിന്റെ പേര് തന്നെ വാറ്റുംകുടിയുള്ള സ്ഥലം എന്നുള്ള അർത്ഥത്തിലാണ് വാറ്റിക്കുടിയായത്. വാറ്റുകുടിയും ഉണ്ടായിരുന്ന സ്ഥലമായതുകൊണ്ടാണ് വാറ്റിക്കുടി ആയത്. അതിനുശേഷം ഞങ്ങൾ വന്ന് ഒരുപാട് കുടുംബശ്രീ ആയിട്ടും SHG ആയിട്ടും മഹിളകളുടെ കുറെ അധികം പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചതിന് ശേഷം ആ പ്രദേശത്തിന് പ്രാദേശികമായിട്ടൊരു വികസനം ഉണ്ടായി. പരസ്യമായിട്ട് മദ്യപിക്കുന്നതും മദ്യം ഉണ്ടാക്കുന്നതും നാണക്കേടാണെന്നുള്ള ഒരു ബോധം ആ പ്രദേശത്ത് ആ മേഖലയിലുള്ള ആളുകൾക്കുണ്ടായി. അതിനുശേഷമാണ് കുറേശ്ശെ ഇതിനോടുള്ള ഒരു ആസക്തി പരസ്യമായിട്ടെങ്കിലും കുറഞ്ഞു വരികയും പിന്നെ കുറെ അധികം തൊഴിലവസരങ്ങൾ ഞങ്ങൾ സൃഷ്ടിച്ചു കൊടുത്തു. പുരുഷന് വെറുതെ ഇരിക്കാനോ അല്ലെങ്കിൽ സ്ത്രീക്ക് വെറുതെ ഇരിക്കാനോ അങ്ങനെ ഒരു സമയം ഇല്ലാതെ വന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഇത് പയ്യെ മദ്യപാനാസക്തി കുറഞ്ഞു വരികയും കുടുംബങ്ങൾ പതിയെ രക്ഷപ്പെടുകയും ചെയ്യാൻ തുടങ്ങിയത്. ഒരു 10-15 വർഷം കൊണ്ട് കുടുംബശ്രീ ഉണ്ടാക്കിയെടുത്തും ഒരു മാറ്റം നമുക്ക് നേരിട്ട് നോക്കിയാൽ വിസിബിൾ ആയിട്ട് തന്നെ നമുക്ക് കണ്ടു മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മാറ്റമാണ് ഞങ്ങളുടെ പ്രദേശത്ത്. ഇപ്പൊ കുഞ്ഞുങ്ങൾ വീട്ടിൽ തന്നെ സുരക്ഷിതരല്ല. പെൺകുഞ്ഞുങ്ങള് ഒരുപാട് പീഡനങ്ങൾ വീട്ടിൽ കേൾക്കുന്നു. ഇതിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് അറിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യണേ? ഞങ്ങൾക്ക് അവിടെ ഓരോ വാർഡിലും ഒരു സപ്പോർട്ടിംഗ് ടീം, ഓരോ വാർഡിലും ഒരു സപ്പോർട്ടിംഗ് ടീം ഇതിനു വേണ്ടി തന്നെ ജാഗ്രതാ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. എല്ലായിടത്തും അതിന്റേതായ ശക്തമായ ഒരു പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പഞ്ചായത്താണ് 5 പഞ്ചായത്തുകൾ എടുത്തപ്പോൾ അതിലൊരു പഞ്ചായത്ത് ഒരു കുട്ടിയെ ഇത്തരത്തിൽ എവിടെയെന്നെങ്കിലും ഒരു സെക്ഷലായിട്ട് ഒരു ഹരാസ്മെന്റ് ഉണ്ടായെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നേരിട്ട് ജാഗ്രതാ സമിതിക്ക് റിപ്പോർട്ട് ചെയ്യും. ജാഗ്രതാ സമിതി അത് പഞ്ചായത്തിനെ അറിയിക്കും. അടിയന്തരമായിട്ട് ആ കുട്ടിയെ അമ്മയുടെ ഷെൽട്ടർ ആണെങ്കിൽ അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ മാറ്റി താമസിപ്പിക്കാൻ ഞങ്ങൾക്ക് തൊടുപുഴ ജനസേവയുടെ ഒരു കേന്ദ്രമുണ്ട്. ഞങ്ങൾ അവിടേക്കും ഈ തൊട്ടടുത്ത് ഞങ്ങൾ അങ്ങനെ ഒരു പെൺകുട്ടിയെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. കേസുകൾ വരാറുണ്ട് ഇഷ്ടം പോലെ അറിഞ്ഞും അറിയാതെയും ഇഷ്ടം പോലെ. ബാലവാടി പഠിക്കുന്ന കുട്ടികൾക്ക് വരെ പീഡനം അനുഭവിക്കുന്ന അവസ്ഥകൾ നേരിട്ട് കാണാൻ പറ്റുന്ന ആളുകളായി പറ്റിയിട്ടുള്ള ആളുകളായിരുന്നു. ഇതിൽ പോലീസിന്റെ സഹായം കിട്ടും. തീർച്ചയായിട്ടും എപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞാലും കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതാണെങ്കിൽ അങ്ങനെ അല്ലാതെ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിനുള്ളിൽ ഒതുങ്ങി പോകാവുന്നതാണെങ്കിൽ, പ്രത്യേകിച്ച് അമ്മ പരാതിക്കാരി അല്ലെങ്കിൽ കുട്ടിയുടെ അമ്മ പരാതിക്കാരി അല്ലെങ്കിൽ വേണ്ട രീതിയിൽ അവരെ വേണ്ട സപ്പോർട്ട് ചെയ്യാറുണ്ട്. പോലീസിന്റെ ഭാഗത്ത് നല്ല സഹകരണമുണ്ട്. ഗ്രാമപഞ്ചായത്ത് ആണെങ്കിലും അങ്ങനെ തന്നെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് മാധ്യമങ്ങളിലെല്ലാം വന്ന ഒരു കേസ് ഞങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വന്നു. അതുകൊണ്ട് മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നു. അത് പിന്നെ ഒരു പെൺകുട്ടിയുടെ അമ്മ വേറൊരു സൈഡ് ഇഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾക്ക് പിടിക്കുകയും പെൺകുട്ടി പരാതി നൽകി ആ പെൺകുട്ടിയെ തന്നെ ദുരുപയോഗം ചെയ്യുന്ന ഒരു സാഹചര്യം വീട്ടിൽ അമ്മയുടെ ഭാഗത്ത് തന്നെ മുന്നോട്ട് കൊണ്ടുപോയി. കേസ് മുൻപോട്ട് പോകുന്നുണ്ട്. അപ്പം ഞങ്ങളത് വനിതാ കമ്മീഷനിലേക്ക് അവിടേക്കൊക്കെ ഫോർവേഡ് ചെയ്തു. പിന്നെ ജാഗ്രതാ സമിതിയുടെ പ്രവർത്തനമുണ്ട്. ജാഗ്രതാ സമിതിയുടെ പ്രവർത്തനത്തിന് ഏതെങ്കിലും അംഗൻവാടി കേന്ദ്രീകരിച്ച് ഞങ്ങൾക്ക് കിട്ടിയാൽ ഞങ്ങളുടെ ഹെൽത്തിലെ സ്റ്റാഫുകൾ 100% ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട്. അപ്പം ചിലപ്പം പഞ്ചായത്തിന്റെ വണ്ടി ഇല്ലെങ്കിൽ പോലും ഞങ്ങൾ അവരുടെ വണ്ടിക്കാണെങ്കിലും അല്ല പഞ്ചായത്തിന്റെ വണ്ടി ഉപയോഗിച്ച് ഞങ്ങൾ ആ മേഖലയുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്ത വീടുകളിൽ പോവുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയും നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നിയമപാലകരുടെ ഭാഗത്ത് നിന്ന് നല്ല സഹകരണം ഉറപ്പാണ്. ഒരു പ്രാവശ്യം സഹകരണക്കുറവുണ്ടായിരുന്നു. അത് പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട് മുകളിലെ തലത്തിലേക്ക് വിളിച്ച് ഉടനെ തന്നെ സ്പോട്ടിലെത്തിയവര്. അപ്പം നമുക്ക് അന്ന് ഞങ്ങൾ ഇന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം മാത്രമാണ് ബന്ധപ്പെടുകയുള്ളൂ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പരാതികൾ ഒന്നിലധികം പരാതികൾ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാ മാസവും ജാഗ്രതാ സമിതി പഞ്ചായത്ത് തലത്തിൽ വിളിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് CDSന്റെ ചെയർപേഴ്സൺ ഉണ്ട്, നമ്മൾ തെരഞ്ഞെടുത്ത ആളുകളുണ്ട്, പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് സഹകരണമുണ്ട്, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ആളുകളുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് അവിടെ തീർക്കാൻ പറ്റുന്നതാണ് അവിടെ തീർക്കാൻ പറ്റത്തില്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സംസാര ശൈലി നമ്മുടെ ഇതിന് ഇച്ചിരി മാറ്റമുണ്ടല്ലോ. അപ്പൊ സാധാരണക്കാരാണ് അവിടെ നിന്നുള്ള കൂടുതൽ ആളുകൾ വരുന്നത്. അപ്പൊ ഈ ഒരു യൂണിഫോം ഇട്ട ഒരാൾ വന്നിരുന്ന് അങ്ങനെ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ മിക്കവാറും കേസുകൾ അവിടെ കൊണ്ട് തീർന്ന് അത് പരിഹരിച്ചു പോകാൻ തയ്യാറായി വരാറുണ്ട്. ജാഗ്രതാ സമിതിയുടെ പ്രവർത്തനമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നിർഭയ എടുത്തിരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് കൂടിയാണ്. അതിനുള്ളൊരു പ്രവർത്തനവും നമ്മൾ അമ്മ ഉപദ്രവിച്ച ഒരു കുട്ടീനെ ഞങ്ങൾ അതുപോലെ തന്നെ അവരാരും പരാതി കൊടുക്കില്ല. കാരണം അച്ഛനും അമ്മയുടെ സപ്പോർട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ അയൽക്കാരും ഈ കുടുംബശ്രീക്കാരും അതിനു വേണ്ടിയിട്ട് ഇടപെട്ട് ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റിയ 3 പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട്
കിണറിന്റെ ഇതും കയറും ഒക്കെ എടുത്താണ്. പക്ഷെ അതിനെ നമുക്ക് രക്ഷിക്കാൻ പറ്റി. ഇപ്പൊ യാതൊരു കുഴപ്പമില്ലാതെ അവർ നല്ലോണം സംരക്ഷിക്കുന്നുണ്ട്. അവർ തന്നെ സംരക്ഷിപ്പിച്ചു. അവരെ കൊണ്ട് തന്നെ അച്ഛന്മാരെ കൊണ്ടും പ്രസിഡന്റിനെ കൊണ്ടും ഒക്കെ ഇടപിടിച്ച് അങ്ങനെ കഴിഞ്ഞു. ഇപ്പൊ അമ്മയുടെ ഭാഗത്തുനിന്ന് യാതൊരു കുഴപ്പമില്ല. ആ രീതിയിൽ അവരെ നന്നായിട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ അതൊരു വലിയ കേസായിരുന്നു. നല്ലൊരു അന്വേഷിക്കുന്നുണ്ട്. അതിന്റെ ഒരു വെല്ലുമിച്ചുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് പുറത്ത് പറഞ്ഞ് അറിയാൻ പറ്റും. പിന്നെ അയൽക്കാർ വിളിച്ച് പറയും ഇങ്ങനെ ഭയങ്കര വഴക്കാകുമ്പോൾ അടിക്കുന്ന ഇതൊക്കെ കേൾക്കും. ഇപ്പൊ കൊച്ചൊരു കുഴപ്പം നല്ലതായിട്ട് പഠിക്കും. നല്ല പഠിക്കുന്ന കുട്ടിയായിരുന്നു. പക്ഷെ ഒത്തിരി പുറകിൽ പോയി. ഇപ്പൊ കൊച്ചു നല്ല അപ്പൊ ആ സ്കാറൊക്കെ ചോദിക്കുമായിരുന്നു എന്തേ കൊച്ചി ഇതുപോലെ വല്ല സ്കൂളിൽ നിന്ന് പുറകോട്ട്. പക്ഷെ ഞങ്ങൾക്കും ആർക്കും അറിയില്ലായിരുന്നു. പക്ഷെ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പൊ ആ കുട്ടി നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്. നല്ലൊരു അത് ഏറ്റവും മനസ്സിന് സുഖമുണ്ടായ ഒരു അനുഭവം. ഏറ്റവും മെയിൻ നോക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. കുഞ്ഞുങ്ങളുടെ സുരക്ഷ ഉറപ്പല്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ കുടുംബശ്രീയുടെ പ്രവർത്തനത്തിൽ കൂടെയാണോ നിങ്ങൾ ഈ പബ്ലിക് ലൈഫിൽ വരാൻ? കുടുംബശ്രീ വന്നതിന് ശേഷമാണ് ശരിക്കും നമ്മുടെ പേര് മുതൽ എഴുതാനും മറ്റുള്ളവരെ എഴുതി. ഞാൻ സംഘത്തിന്റെ പ്രസിഡന്റായിട്ടാണ് ആദ്യം പ്രവർത്തിച്ചത്. ആ പ്രവർത്തനം പിന്നെ ADCന്റെ പ്രസിഡന്റായി. അങ്ങനെ തന്നെ എല്ലാം എഴുതാനും അങ്ങനെ ആളുകളുമായിട്ട് പറയാനും വായിക്കാനും പത്രം വായിക്കാനും വിവരങ്ങൾ ഓരോ ഓഫീസിൽ ചെന്ന് കയറി ഇരുന്ന് സംസാരിക്കും. എല്ലാ കാര്യത്തിലും ഒരു അറിവും വിവരവും ഉണ്ടായത്. സംസാരിക്കാൻ പഠിച്ചു, പ്രസംഗിക്കാൻ പഠിച്ചു, എല്ലാം കുടുംബശ്രീയിലൂടെ. എത്ര പേര് എങ്ങനെ മെമ്പർമാരായി കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട്? ഞങ്ങളുടെ കൂടെ 10 മെമ്പർമാരുണ്ട്. 10 പേരും കുടുംബശ്രീയുടെ അംഗങ്ങളാണ്. കുടുംബശ്രീയിലൂടെ വന്നവരാണ്. കുടുംബശ്രീ മെമ്പർമാരായി ഇതിന് മുമ്പ് മെമ്പർമാരായി പ്രവർത്തിച്ച്. പ്രസിഡന്റ് ഈ കുടുംബശ്രീയിൽ വന്നിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഞാൻ 2000 കുടുംബശ്രീയിലെ അംഗമായ ആളാണ്. 14 വർഷം കഴിഞ്ഞു അല്ലേ? അന്ന് വരാനുണ്ടായിരുന്ന കാരണം? ഞാൻ കുടുംബശ്രീയിൽ വരുന്നതിന് മുമ്പ് ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്നു. 2000 ഇലക്ഷനിൽ ഞാൻ ഗ്രാമപഞ്ചായത്ത് പൊതുപ്രവർത്തകയായിരുന്നു. എന്റെ ഹസ്ബൻഡ് അതിന്റെ മുമ്പ് പഞ്ചായത്ത് മെമ്പറായിരുന്നു. അപ്പൊ ഞാൻ വന്നതിന് ശേഷം എന്റെ വാർഡിൽ ഞാൻ വരുന്ന സമയത്ത് 2 കുടുംബശ്രീയേ ഉള്ളൂ. അപ്പം ഞാൻ അംഗമായിക്കൊണ്ട് ആദ്യത്തെ കുടുംബശ്രീ വന്ന 1 മാസത്തിനുള്ളിൽ ഞാൻ തുടങ്ങി. അതിനുശേഷം ആ വാർഡില് ഇപ്പം 21 കുടുംബശ്രീ യൂണിറ്റുകൾ. താങ്കൾക്ക് വ്യക്തിപരമായി എന്ത് മാറ്റമാണ് വന്നിട്ടുള്ളതെന്ന് പറയാൻ പറ്റും? തീർച്ചയായും കുടുംബശ്രീയുടെ ഒരു പ്രവർത്തനത്തിൽ കൂടി നമുക്ക് സാധാരണ അന്ന് 2000 തുടങ്ങിയപ്പം ഈ ഒന്നിച്ചൊന്ന് കൂടുന്നതിനുള്ള ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും പശു വളർത്തൽ അല്ലെങ്കിൽ കൃഷി ചെയ്ത് നടക്കുന്ന ആളുകളാണ്. അവർക്ക് ഒന്നിച്ചു കൂടുന്നതിനുള്ള അവസരം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നോക്കിയിരിക്കുന്നതാണ്. വെച്ചാൽ എനിക്ക് അന്ന് അതൊക്കെ ഓർക്കുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം തോന്നുന്നു. നമ്മൾ 20 പേരുള്ള ഒരു കുടുംബത്തിലേക്ക് ചെല്ലുമ്പോൾ രാവിലെ മുതൽ തൂത്തുവായിരുന്നു, കട്ടൻ കാപ്പി തിളപ്പിച്ച് വെക്കുന്നു, ഒരു ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ അന്നൊന്നും ഇത്രയും സൗകര്യങ്ങളില്ല. ഞങ്ങളുടെ നാട്ടിൽ ഫോൺ പോലും വന്നിട്ട് അധികം കാലമായില്ല. ഇപ്പം തുടക്കത്തിൽ നിന്ന് പറഞ്ഞതുപോലെ തന്നെ കുറെ നാളുകൊണ്ട് ഭയങ്കര വികസനം ഉണ്ടായ ഒരു നാടുമാണ്, ഒരു 10-15 വർഷത്തിനുള്ളിൽ. അപ്പോൾ നന്നായിട്ട് പാവിരിക്കുന്നു, തുണിയെല്ലാം ഒന്ന് അലക്കി മടക്കി എല്ലാം വൃത്തിയായിട്ട് വെക്കുന്നു. അപ്പം എന്റെ അംഗത്തിലെ ആളുകൾ എന്റെ വീട്ടിലേക്ക് വരുന്നു. പിന്നെ അടുത്ത തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച ഉച്ച കഴിയാൻ നോക്കിയിരിക്കുവാണ്. ഒന്നെങ്കിൽ ഏറ്റവും നല്ല സാരി അല്ലെങ്കിൽ പിന്നെ നൈറ്റി ആണെങ്കിൽ ഒരു തോർത്തുമൊക്കെ ഇട്ട് ആ സംഘത്തിലേക്ക് ഒന്ന് ചെല്ലാൻ 10 രൂപയെങ്കിൽ 10 രൂപ, 20 രൂപയെങ്കിൽ 20, ഈ കൈയും പിടിച്ചോണ്ട് എന്റെ നിക്ഷേപം അതവിടെ വെച്ച് ഇപ്പൊ ഞങ്ങൾക്ക് 5 ലക്ഷം രൂപ ഞങ്ങളുടെ സ്വന്തം സംഘത്തിന്റെ നിക്ഷേപം. ഇതിനു മുൻപ് സ്ത്രീകൾക്ക് ഇങ്ങനെ കൂടാനുള്ള എന്തെങ്കിലും സംവിധാനം ഉണ്ടോ? ഇതിന് മുൻപില്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. ഒരു യൂണിറ്റ് തുടങ്ങി അവര് ഒരു 2-3 ആഴ്ച ഒന്നിച്ച് കൂടുന്ന കണ്ടപ്പോ ഇത് ഞങ്ങൾക്കും കൊള്ളാമെന്ന് തോന്നും. അടുത്ത ഒരു 10-15 പേര് കൂടി അടുത്ത യൂണിറ്റ് ഉണ്ടാകുന്നു. നമ്മളെ വിളിച്ചാൽ എപ്പോ വിളിച്ചാലും ഞാൻ കുടുംബശ്രീയുടെ പരിപാടിക്കും അടുത്ത യൂണിറ്റ് ഉണ്ടാക്കി നമ്മൾ കൊടുക്കും. എത്ര പേരെ പഠിക്കാൻ പറ്റി? എന്തോ? ഞാൻ പ്ലസ് ടു അല്ല PDC പാസ്സായി. ഞാൻ 10ാം ക്ലാസ്സേ ഉള്ളൂ. 10ാം ക്ലാസ്. പഴയ ചെയർപേഴ്സൺ എങ്ങനെയാ താങ്കൾ ഈ വരാൻ കാരണം? ഇഷ്ടം കൊണ്ട് വന്നതാ. എന്ന് പറഞ്ഞാൽ കുറെ ആളുകൾ ഒരുപോലെ ഒരുമിച്ച് കൂടുന്നത് കണ്ടിട്ട് ജീവിത സാഹചര്യം ഒത്തിരി മോശമായിരുന്നു. ഒരു തൊഴിലിനുള്ള ഒരു സംവിധാനം, സാമ്പത്തികമായിട്ട് ജീവിത സാഹചര്യം മോശമായിരുന്നു. അപ്പം ഇതുപോലെ തന്നെ കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിച്ചു പോകുന്നതാണ്. അപ്പൊ എന്തെങ്കിലും ഒരു തൊഴിലെന്നുള്ളൊരു സാധ്യത കണ്ടിട്ടാണ് ആദ്യം ഇതിലേക്ക് വരുന്നത്. വന്ന ഒരാഴ്ച കൊണ്ട് തന്നെ ഇത് തൊഴിലിനുള്ള അവസരമല്ലെന്നും കൂട്ടായ്മയാണെന്നും മനസ്സിലായി. പിന്നെ അതിനോടുള്ള ഇഷ്ടം കൊണ്ട് അതിനകത്ത് നിന്നതാ. വീട്ടിൽ നിന്നുള്ള എന്താണ് പ്രതികരണം? പരിപൂർണമായ സപ്പോർട്ടുണ്ട്. എന്ത് ചെയ്യുന്നു ഭർത്താവ്? ഭർത്താവ് കൃഷിക്കാരനാണ്. മക്കള് 2 പേരുണ്ട്, 2 പേരും പഠിക്കുന്നു. അവരിങ്ങനെ അമ്മ ഇങ്ങനെ പൊതുപ്രവർത്തനമൊക്കെ അമ്മ എന്താ ഈ ആഴ്ച പോവാത്തെന്ന് ചോദിക്കും. പോയില്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലെത്തിയോ? അതോ ഇനി അമ്മയെ കാണാൻ കിട്ടുന്നില്ല വീട്ടില്? ഇന്ന് പോകുന്നില്ലേ? അയൽക്കാരും ചോദിക്കും, വീട്ടിലുള്ളവരും ചോദിക്കും, ഇന്ന് പോകുന്നില്ല, ഇന്നെന്താ പോയില്ലേ, ഒരു ദിവസമെങ്കിലും നമ്മൾ വീട്ടിലിരിക്കാമെന്ന് വെച്ചാൽ അങ്ങനെ ഒരു സാഹചര്യം. നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെന്ന് പറഞ്ഞാൽ പൊതുവായിട്ട് പിന്നെ കുട്ടികളുടെ മനോഭാവത്തിൽ എന്തെങ്കിലും ഇതിങ്ങനെ അമ്മ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന കണ്ടിട്ട്
കുട്ടികളുടെ മനോഭാവത്തിൽ എന്തെങ്കിലും ഒരു ഒത്തിരി മാറ്റമുണ്ട്. ഒത്തിരി മാറ്റമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും വേണ്ടിയാണ് ജീവിക്കേണ്ടതെന്ന് അവർക്കറിയാം. നമ്മൾ എല്ലാവർക്കും വേണ്ടിയാണ്, നമുക്ക് വേണ്ടിയല്ല, എല്ലാവർക്കും വേണ്ടി നമ്മൾ ജീവിക്കണമെന്ന് എന്റെ മക്കൾക്കറിയാം. എന്ത് പൊതുവായ ആവശ്യമുണ്ടെങ്കിലും അതിനോട് സഹകരിക്കാനും എല്ലാവരും നന്നായിട്ട് ബിഹേവ് ചെയ്യാനും. ഏത് 2 ആൺകുട്ടികളാണ് എനിക്ക്. മൂത്ത കുട്ടിക്ക് 22 വയസ്സായി. അപ്പൊ അവരുടെ അടുത്ത് എനിക്ക് ഏത് പെൺകുട്ടിയെയും വിശ്വസിച്ചിട്ടിട്ട് പോകാം. അതാണ് എന്റെ ഒരു കോൺഫിഡൻസ്. അതാണ് ഏത് പെൺകുട്ടിയും. ബാലസഭയിലൂടെ വളർന്നു വന്ന മക്കളാ. ബാലസഭ എങ്ങനെയാ അതൊക്കെ പ്രവർത്തിക്കുന്നു? വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് ബാലപഞ്ചായത്തായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു പഞ്ചായത്താണ്. ഇപ്പോൾ സജീവമായിട്ട് 77 ബാലസഭകൾ സജീവമായി പ്രവർത്തിക്കുന്നു. ഓരോ ബാലസഭയിലും 10 മുതൽ 20 വരെ അംഗങ്ങളുണ്ട്. അത് 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെ ഉള്ള കുട്ടികളെയാണ് നമ്മൾ ഇതിന്റെ അകത്ത് എടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ കുട്ടികൾക്ക് ഈ പ്രദേശത്ത് ഇവിടെയുള്ള കുട്ടികൾക്ക് കിട്ടുന്ന പോലെയുള്ള ആധുനികമായിട്ടുള്ള ജീവിത സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവർക്ക് പഠനത്തിൽ മോശമായിട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു റെമഡിയൽ കോച്ചിങ് സെന്റർ CDS ബേസ് ചെയ്ത് നടത്തുന്നുണ്ട്. കുട്ടികളുടെ ഒരു ലൈബ്രറി പ്രവർത്തിക്കുന്നുണ്ട്. അവരെയും കൊണ്ട് ടൂർ പോകാറുണ്ട്. ക്യാമ്പുകൾ നടത്തുമ്പോൾ കൗൺസിലിംഗ് നടത്താറുണ്ട്. ലൈബ്രറിയൊക്കെ ഉള്ളത് കൊണ്ട് വായനാശീലം കുട്ടികളെ വളർത്തിയെടുക്കാൻ നമുക്ക് നന്നായി സാധിക്കുന്നുണ്ട്. അപ്പൊ നമുക്കിനി നിങ്ങളുടെ CDS ലഭിച്ചിരിക്കുന്ന മാർക്സ് എത്രയാണ് എന്നറിയാം. ആദ്യം നമുക്ക് കണ്ണൻ സാറിനോട് തന്നെ ചോദിക്കാം. വാത്തിക്കുടിയുടെ പ്രവർത്തനങ്ങളൊക്കെ കേട്ട് വളരെ സന്തോഷം തോന്നുന്നു. പ്രത്യേകിച്ച് നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ഒരു കൂട്ടായ്മയുടെ കൂട്ടായ്മയുടെ വികാസം എന്ന് തന്നെ പറയാം. ഒരാൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് പ്രശ്നം വരുമ്പോഴോ ബുദ്ധിമുട്ട് വരുമ്പോഴോ സഹായിക്കാൻ മറ്റുള്ളവരുണ്ട് എന്നുള്ളൊരു തോന്നൽ. നമ്മൾ പരമ്പരാഗതമായിട്ട് എല്ലാറ്റിനും കുടുംബത്തിനെയാണ് ആശ്രയിക്കുക. പക്ഷേ ഒരു സമൂഹം തന്നെ കുടുംബമായിട്ട് മാറുമ്പോൾ പിന്നെ ഒരു കുടുംബം ചെറിയൊരു കുടുംബത്തിന്റെ മാത്രമായിട്ട് ആവശ്യമില്ല. എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങൾ എന്നുള്ള നിലയിൽ ആശ്രയ പദ്ധതിയിൽ ഇപ്പം ഇവിടെ ആലീസ് ചേച്ചി അവരുടെ സ്വന്തം അനുഭവങ്ങളിൽ നിന്നാണ് അവര് ഇങ്ങനൊരു ഉയർത്തെഴുന്നേൽപ്പ് തന്നെ ഉണ്ടായിരിക്കുന്നത് അല്ലേ? അപ്പൊ അത് തന്നെ മറ്റുള്ളവർക്ക് നല്ലൊരു ഉദാഹരണമാണ്. പിന്നെ ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ബാലന്റെ കഥ, അതുമാതിരിയുള്ള പ്രവർത്തനങ്ങളും കൂട്ടായ്മകളും ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്റെ മാർക്ക് 25-ൽ 17. 25-ൽ 17 മാർക്ക്. ഇനി നിവേദിത മാമിനോട് ചോദിക്കാം. ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് 25-ൽ 20. 25-ൽ 20 മാർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇടുക്കിയിലെ ഈ പറഞ്ഞ ഭൂപ്രകൃതിയോടും അവിടുത്തെ കാലാവസ്ഥയോടും ഒക്കെ മല്ലിട്ട് നല്ല കരുത്ത് തെളിയിച്ചവരാണ് എന്നെനിക്ക് തോന്നുന്നു. മലയോര കർഷകന്റെ കരുത്ത് ഞാൻ നൽകുന്നത് 25-ൽ 19 മാർക്ക്. 25-ൽ 19 മാർക്ക്. ജോൺ സർ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടത്തിയ പുതിയ കണ്ടെത്തലുകൾ, തിരിച്ചറിവുകൾ, കൂട്ടായ്മകൾ വളരെ ആശയ്ക്ക് വക നൽകുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഇപ്പോഴും ലൈബ്രറിയിൽ പുസ്തകങ്ങൾ വായിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ വായന അന്യം നിന്നു പോകുന്ന ഒരു സമൂഹത്തിൽ വായിക്കാനും, അതുപോലെ എനിക്ക് ഒരു അമ്മ ഏറ്റവും പറഞ്ഞൊരു കാര്യം, എൻ്റെ മകനെ ഏതൊരു പെൺകുട്ടിയുടെ കൂടെയും ധൈര്യമായിട്ട് ഉപയോഗിക്കുക, അതാണ് ഏറ്റവും വലിയ മാറ്റം. കാരണം ഒരു തലമുറ അതുകൊണ്ട് 15-ൽ 11. കൽപ്പന ചേച്ചി, വാത്തിക്കുടിയുടെ മാർക്സ്. കാരണം ഈ എല്ലാ പിങ്കികൾക്കും ആദ്യത്തെ കൺഗ്രാറ്റ്സ്. കാരണം എന്റെ മനസ്സിലെ ധാരണ എന്ന് പറഞ്ഞാൽ പൊതുവേ പറയും 2 പെണ്ണുങ്ങൾ ഒരിക്കലും ചേരത്തില്ല എന്നുള്ളതാണ് അല്ലേ നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളത്. നമ്മുടെ ഒരു വീട്ടിൽ കല്യാണം കഴിച്ചു പോയാലും അമ്മായിയമ്മയും നാത്തൂനെയുള്ളൂ പ്രശ്നം. ഭർത്താവിന്റെ ആങ്ങളെയോ അച്ഛനോ തമ്മിൽ നമുക്ക് പ്രശ്നമില്ല. ബേസിക് നമുക്ക് സൗന്ദര്യം തന്നു, ബുദ്ധി തന്നു, എല്ലാം തന്നു. ഒരു പെണ്ണിന് കണ്ടുകൂടാ. ഈ ഇമേജിനെ മാറ്റിക്കുറിച്ചിരിക്കുകയാണ് നിങ്ങൾ. കാരണം നിങ്ങളുടെ പറഞ്ഞില്ലേ, ഈ ഒത്തൊരുമ കണ്ടാണ് ഞാൻ ചേർന്നു. ആരാ പറഞ്ഞ ഇവിടെ ഈ ഗ്രൂപ്പിൽ വരണം എന്നുള്ളത്? എനിക്കൊന്ന് ഇല്ലായ്മയിലാണ് കൂടുതലും സ്നേഹം വരിക അല്ലെ? അപ്പൊ നിങ്ങളുടെ ഇല്ലായ്മയിലും ആ ഒറ്റപ്പെട്ടു നിന്ന അവസ്ഥയിലും ആ ഒരേ വികാരത്തോട് ഒരുമിച്ച് കൂടിയത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു സ്നേഹം. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു സംഭവം അതാണ്.
നിങ്ങളുടെ അവിടെങ്ങാനും ആയിരുന്നെങ്കിൽ ഞാനും ഒരു മെമ്പർ ആയേനെ. പക്ഷെ എന്നാലും പോട്ടെ. അല്ല, എനിക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചപ്പോ വരുന്നില്ലേ? അതെ, ഇപ്പൊ ശ്രീമതി മിനി പറഞ്ഞത് ഈ ഒരു ഈ ബാൻഡുണ്ട് നോർത്ത് ഇന്ത്യയിലുണ്ട്, പിങ്ക് ബാൻഡ്. ഇത്രയും നന്നായി നിങ്ങളുടെയൊക്കെ ഞാൻ ആലോചിക്കാണ്, വലിയ എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ സംസാര രീതി, ആ അർത്ഥം, അതൊക്കെ തന്നെ വലിയ പ്ലസ് ആകും. എനിവേ 10ൽ 9 മാർക്ക്. ഓക്കെ, കണ്ണമാഷ് പറഞ്ഞ പോലെ ഒരു കുടുംബമാണ് വാത്തിക്കുടി. ഈ കുടുംബത്തിന് നമ്മുടെ ജഡ്ജസ് നൽകിയിരിക്കുന്ന ടോട്ടൽ മാർക്സ് എത്രയാണ് എന്നറിയാം. 100ൽ എത്ര മാർക്ക് ലഭിച്ചിരിക്കുന്നത്? 76. ഉറക്കം പറഞ്ഞോ? 76 മാർക്ക്. മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ജീവിക്കുമ്പോഴാണ് ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്. ഈ തിരിച്ചറിവാണ് കുടുംബശ്രീ വനിതകളുടെ ആത്മസത്ത. തിരിച്ചറിവുകളുടെ പുത്തൻ കഥകളുമായി ഞങ്ങൾ ഇനിയും വരും. കാത്തിരിക്കുക. ഇനി ഞങ്ങൾ പറയാം സോഷ്യൽ റിയാലിറ്റി ഷോയുടെ മറ്റൊരു എപ്പിസോഡിനായി. നന്ദി, നമസ്കാരം. കൈതോല പായ വിരിച്ച് പയലൊരു പറ നെല്ല് പൊലിച്ച് കാതുകുത്താൻ എപ്പ വരും നിന്റെ അങ്ങളമാരു പൊന്നേ, കാതുകുത്താൻ എപ്പ വരും നിന്റെ അങ്ങളമാ